പെണ്ണുങ്ങൾ വർദ്ധിക്കാൻ ആണുങ്ങൾ കുറയാ, അപ്പൊ ഇൽമു കുറയും. എന്തേത്? പെണ്ണുങ്ങളെ പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, നാഖിസാത്തു അഖ്ലിൻ വദീൻ. കണ്ടോ, പെണ്ണുങ്ങൾ വർദ്ധിക്കുമ്പോൾ ബുദ്ധി കുറയും. പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറയുമ്പോൾ ഇൽമു കുറയും. ബുദ്ധിജാത്തുൽക്ക് ഇൽമു ഉണ്ടാവില്ല. അപ്പൊ ഖിയാമത്ത് നാളാകുമ്പോൾ ഇൽമു കുറയൽ എങ്ങനെയാണ്? നാഖിസാത്തു അഖ്ലിൻ വദീൻ, ദീനും ബുദ്ധിയും അറിവും കുറഞ്ഞ പെണ്ണുങ്ങൾ വർദ്ധിക്കും. ആണ് കുറയുമ്പോൾ ഇൽമു കുറഞ്ഞു, ഇൽമു ഉയർത്തപ്പെടും. ഇൽമു ഉയർത്തപ്പെടുന്നതിന്റെ കോലം എങ്ങനെയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചതിൽ പെട്ട ഒരു കോലമാണ്. ആ പെണ്ണിനതിന് പറ്റൂല. അതാണ് ഈ വാളുകെട്ട് പിടിച്ചേക്കാൻ പെണ്ണകട് ബേജാറായത്. പെണ്ണിന്റെ കൂറ്റ് ഈ മൂടുപടത്തിന്റെ ഉള്ളിൽ ആകപ്പാടെ പുതച്ചൊരു പുതപ്പിന്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തു വന്നപ്പോൾ അബൂദുജാനത്തിന് പെണ്ണിന്റെ ശബ്ദമല്ലേ കേൾക്കണത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹിന്ദാണ്, അബൂ സുഫിയാന്റെ മകൾ ഹിന്ദാണ്. ഇസ്ലാമിന്റെ അനവധി നേതാക്കന്മാരെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. കരള് പറിച്ചെടുത്തിട്ട് തുപ്പി, കടിച്ചു തുപ്പി. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ കരള് കടിച്ചെടുത്തിട്ട് തുപ്പി. മൂക്ക് എരിഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ മൂക്ക് എരിഞ്ഞു. അങ്ങനെ ഉഹദിൽ രണാങ്കണത്തിൽ ചെയ്ത ഭാവിയിലും ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളാണ്. ഇത്രയും ഇസ്ലാമിന്റെ ശത്രുക്കളോട് അന്ന് ഇവർക്ക് ചെയ്തുകൂടായിരുന്നില്ലേ? അവരെ കൊന്നുകൂടായിരുന്നില്ലേ? അത് ചെയ്തില്ലല്ലോ. എന്റെ നീതിയുക്തമായ പോരാട്ടം. ബദർ മക്കയിൽ വെച്ചുകൊണ്ട് തങ്ങളെ ദ്രോഹിച്ച അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾക്ക് ഒന്ന് യുദ്ധം ചെയ്യാൻ സമ്മതം തന്നൂടെ? ആ സന്ദർഭത്തിൽ ആയിട്ടില്ല, ആകുമ്പോ പറയാന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ചെന്നതിന് ശേഷം ഇവർക്ക് യുദ്ധം ചെയ്യാൻ സമ്മതം കൊടുക്കുകയാണ്. യുദ്ധം ചെയ്യാൻ സമ്മതം കൊടുക്കുമ്പോൾ ഇവർക്കൊരു പേടി. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത. യുദ്ധം ചെയ്യാൻ സമ്മതം ചോദിച്ചപ്പോൾ നിങ്ങൾ അടങ്ങിക്കി, അതിനൊന്നും ആയിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് നോറ്റൊരു ഭാഗത്ത് കുത്തിർന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനവധി സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, വനഹനു അഇസ്സ, ഞങ്ങൾ അന്തസ്സും അഭിമാനവും ഉള്ളൊരു പാർട്ടിയാ, ഇങ്ങനെ ജീവിക്കുന്നതിൽ പ്രയാസം, തങ്ങളെ ഇവരുടെ ഈ മർദ്ദനം എത്ര കാലം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, അതുകൊണ്ട് തങ്ങൾ ഇവരോടൊന്ന് നേരിടാൻ ഞങ്ങൾക്ക് സമ്മതം തരൂ എന്ന് പറഞ്ഞ് ചോദിച്ച ആ ഒരു വല്ലാത്ത രംഗം ഈ ആയത്തിന്റെ സൂറത്തു നിസായിലെ 77-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? കുഫു ഐദിയക്കും വഖീമുസ് സ്വലാത്ത്, നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് പോയിട്ട് അടങ്ങിയൊരു ഭാഗത്തിരുന്നാൽ മതി, ഇപ്പം നിങ്ങൾ യുദ്ധത്തിനൊന്നും പോണ്ട എന്നവരോട് പറഞ്ഞു. പിന്നെ യുദ്ധത്തിന്റെ അനുമതി വന്നപ്പോ അവർക്ക് യുദ്ധം ചെയ്യാൻ ഒരു ഭയം. അവരതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, ആ യുദ്ധം പ്രതീക്ഷിച്ചതല്ല. മദീനയിൽ നിന്ന് എന്തിനാ പുറപ്പെട്ടത്? അബൂ സുഫിയാന്റെയും നേതൃത്വത്തിൽ 100 ഒട്ടകത്തിന് ചുമക്കാവുന്ന സ്വർണം, അത്രയും വസ്ത്രങ്ങൾ, മക്കയിൽ വിളയുന്ന വസ്തുക്കൾ മുഴുവനും സിറിയയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ട് ആ ലാഭവിഹിതവും കൊണ്ട് കുറച്ചുകൂടി കയറി അതിന്റെ ലാഭവിഹിതവും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയാൽ വലിയ ഒരു സമ്പത്ത് സംഭരിച്ച് ബഹുമാനപ്പെട്ട നബിതങ്ങൾക്കും സഹാബത്തിനും എതിരിൽ വീണ്ടും അത് വിനിയോഗിക്കാം, അത് ഉപയോഗപ്പെടുത്താം. ഈ മക്കത്തുള്ള സ്വത്ത് മുഴുവൻ ആരുതാ? സ്വഹാബത്ത് ഇട്ടേച്ച് പോയതല്ലേ, തടി കൊണ്ട് പോയതല്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തുണ്ട്. എത്ര സ്വഹാബത്തിന്റെ സമ്പത്തുണ്ട് മക്കത്ത്? ഫുഖൈഹ റളിയല്ലാഹു അൻഹു എല്ലാ സമ്പത്തും ഇട്ട് എൻ്റെ തടി തന്നാളി മക്കളെ, എൻ്റെ ശരീരം കെട്ട് തന്നാളി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്വത്ത് മുഴുവൻ നിങ്ങൾ എടുത്തോ എന്നും പറഞ്ഞിട്ട് അത് മുഴുവനും കൊടുത്തിട്ടാണ് ഫുഖൈഹ റളിയല്ലാഹു അൻഹു പോയത്. ഒരു ഭ്രാന്തനായി അഭിനയിച്ചിട്ടാണ് താൻ അവിടുന്ന് ചാടി രക്ഷപ്പെട്ടത്. അപ്പൊ ഈ സ്വത്ത് മുഴുവൻ ഇവരെ തന്നെയല്ലേ, ഈ സ്വഹാബത്തിന്റെ തന്നെയല്ലേ. അതെടുത്തിട്ട് സിറിയയിൽ പോയിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം, വലിയ ഒരു ടീം പോയിട്ടുണ്ട്. അതും നിറയെ സ്വർണമാണ്, പണമാണ്, പിന്നെ വസ്ത്രങ്ങളാണ്. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ ലാഭം കൊണ്ട് തിരിച്ചു വന്ന് ആ സമ്പത്ത് നമുക്ക് തന്നെ എതിരിൽ അത് വിനിയോഗിക്കും എന്ന് കണ്ടപ്പോ ഈ വാർത്ത അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാണ്, ഇങ്ങനെ അബൂ സുഫിയാനും പാട്ട് സിറിയയ്ക്ക് പോയിട്ടുണ്ട്,
അപ്പോൾ സഹാബത്തിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സിറിയയിലേക്ക് പോയ അബൂ സുഫിയാൻ തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് പിടികൂടണം, അത് നമ്മളെ മുതല, അത് നമുക്ക് പിടികൂടണം. അങ്ങനെ അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ടു. കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി, അബൂ സുഫിയാനും പാർട്ടിയും തിരിച്ചു വേറെ റൂട്ടിലേക്ക് കയറി അവർ മക്കത്തെത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ അബ്ദുള്ളാഹി അവിടെ ഇരിക്കല്ലേ, ഇങ്ങോട്ട് വരി. സ്റ്റൂൾ കൊണ്ടിരണ എടുത്തോണ്ടേ, സ്റ്റൂൾ കൊണ്ടേ, സ്റ്റൂളുണ്ടോ, കസേര സ്റ്റൂൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, സ്റ്റൂൾ കൊണ്ടുവരാ. ഞങ്ങളെന്തായാലും മൗലൂദിൻ്റെ സദസ്സാണ്, നിങ്ങൾ വന്നത് സന്തോഷമായി. അങ്ങനെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? അബൂ സുഫിയാൻ നേരത്തെ തന്നെ മക്കയിലേക്ക് വിവരം കൊടുത്തു, മുഹമ്മദും അനുയായികളും എന്നെ പിടികൂടാൻ വരുന്നുണ്ട്. ഈ ന്യൂസ് മണത്തെറിഞ്ഞ അബൂ സുഫിയാൻ പാർട്ടിയും, ഇവിടെ അബൂ സുഫിയാൻ 2 പണിയാണ് ചെയ്തത്. ഒന്ന്, മക്കത്തേക്ക് വിവരം അറിഞ്ഞയച്ചു. ലംലം ഇബ്നുൽ ഗിഫാരി എന്ന് പറയുന്ന മനുഷ്യൻ മക്കത്ത് ഓടിച്ചെന്നിട്ട് തൻ്റെ ഒട്ടകത്തിൻ്റെ കഴുത്തറുത്തിട്ട് രക്തം ശരീരത്തിൽ പുരട്ടിയിട്ട് മക്കത്ത് ഓടിക്കതച്ച് ചെന്നിട്ട് പറയാണ്, നമ്മൾക്ക് കച്ചവടത്തിന് വേണ്ടി ഇവിടുന്ന് സാധനങ്ങളെല്ലാം കൂടിയിട്ട് സിറിയയിലേക്ക് പോയ അബൂ സുഫിയാനും പാർട്ടിയും മുഹമ്മദും അനുയായികളും പിടികൂടിയിട്ടെ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്, കണ്ടില്ലേ നിങ്ങൾ, ഞങ്ങളെ വഴിയിൽ വെച്ച് തടഞ്ഞ് ആക്രമണം നടന്നതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മക്കത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു. അതിലേക്ക് കയറിയിരിക്ക വേണ്ട, അല്ലേ പിന്നെ അതൊന്നുമില്ല, ആലിമുമാണ് വയസ്സനുമാണ്, രണ്ടുമാണ്. ലംലം ഇബ്നുൽ ഗിഫാരി. അങ്ങനെ അപ്പോൾ ഇവർ ചെന്നു. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? വേഗം മക്കത്തേക്ക് ഒരാളെ വിട്ടിട്ട് റൂട്ട് മാറി സഞ്ചരിച്ചു, വേറെ ഒരു വഴിക്ക് സഞ്ചരിച്ചു, മക്കത്ത് സുരക്ഷിതമായി എത്തിയപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധത്തിനുള്ള കോപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിടാനുള്ള യുദ്ധത്തിൻ്റെ കോപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. മദീനത്തുനിന്ന് നബിയും സഹാബത്തും പോയത് യുദ്ധത്തിനല്ല, അതുകൊണ്ട് അവരെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ അറബികൾ കൈപ്പിടിക്കുന്ന വല്ല വടിയോ കുന്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല. 2-4 കുതിര മാത്രം, യുദ്ധ തന്ത്രം പഠിപ്പിച്ച 4 കുതിരകൾ, 70 ഒട്ടകം, 313 സ്വഹാബത്ത് മദീനത്തുള്ളത് അരിച്ചു പെറുക്കി അവർ പോവാണ്. കുറച്ചു പേരെ മദീനയുടെ കാവലിന് വേണ്ടി നിർത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മകൾ റുഖിയ ബീവി രോഗമായി കിടന്നതിൻ്റെ പേരിൽ, ആ രോഗിയെ പരിചരിക്കേണ്ട നിർബന്ധമുണ്ടായതിൻ്റെ പേരിൽ മദീന വിട്ടു പോകരുത് എന്ന കാരണത്താൽ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്ത് നിർത്തി. ചുരുക്കം ആളുകളെ മദീനത്ത് നിർത്തിയിട്ട് ഇവർ പോയത് അബൂ സുഫിയാനും പാർട്ടിയും വരുമ്പോൾ ആ കച്ചവടത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളെ മുതൽ നമുക്ക് കിട്ടണം, അതിനാ പോയത്. മക്കക്കാർ പോണതോ ശക്തമായ ഒരു പോരാട്ടത്തിനും ഒരു യുദ്ധത്തിനും വേണ്ടിയാ പോകുന്നത്. വൈരുദ്ധ്യമായ 2 ആശയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു കൂട്ടരെ കയ്യിൽ സംഭരിക്കാവുന്ന സമ്പത്തും യുദ്ധ മുതലുകളും എല്ലാം സംഭരിച്ചിട്ടുണ്ട്. അതേസമയത്ത് മറ്റൊരു കൂട്ടരെ കയ്യിൽ അത്തരം ഒരു സന്നാഹങ്ങളും ഇല്ല. ഈ നിലക്കാണ് അവർ ബദറിലേക്ക് നീങ്ങുന്നത്. വഴിയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, അബൂ സുഫിയാനും പാർട്ടിയും പോയി, നമ്മൾക്ക് ഇനി ആ മുതൽ പ്രതീക്ഷിക്കേണ്ട, അതിട്ട് കിട്ടൂല. അത് മക്കത്ത് എത്തി. മക്കക്കാർ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായി പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി എന്ത് വേണം? യുദ്ധത്തിന് പോകണോ തിരിച്ചു പോകണോ? പലരും പല അഭിപ്രായവും പറഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ചോദ്യം നിർത്തിയില്ല, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മുഹാജിറുകളായ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്ത് പദവി ഉണ്ടോ ആ പദവി ഉള്ള ആളാണ് അൻസാറുകളായ സഹാബത്തിന്റെ കൂട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അവസ്ഥ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് 17 എണ്ണത്തിനെ ചുട്ടുകരിച്ചൊരു കഥ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് എന്നവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങളുടെ ചോദ്യം ഞങ്ങളെ കൊള്ളയാണ് തോന്നുന്നത്. അതായത് ഞങ്ങൾ അൻസാരികളാണ്, മദീനക്കാരാണ്. തങ്ങളോട് അഖബ ഉടമ്പടി നമ്മൾ പറഞ്ഞല്ലോ, ഹജ്ജിന്റെ 2 മാസം മുമ്പ് അഖബയിൽ വെച്ചിട്ട് ഒരു ഉടമ്പടി നടത്തി, നിങ്ങൾ മദീനത്ത് വന്നാൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടവര്. മദീനയുടെ ബൗണ്ടറിയിൽ വന്നിട്ട് ഇവിടെ മക്കക്കാരും
ഇരുന്നിട്ട് തങ്ങൾ ഒന്നും തൊടില്ല, ഒരു രോമത്തിന് കേട് പറ്റൂല, ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് അവർ കരാർ ചെയ്തിട്ടുണ്ട്. അത് മദീനയുടെ ബൗണ്ടറിക്കുള്ളിലാണ്. അപ്പോൾ മദീനൻ്റെ ബൗണ്ടറി കഴിഞ്ഞിട്ടുണ്ട്. ഈ കരാർ ഒരിക്കലും അവരോട് എടുത്തു ചോദിക്കാൻ അവകാശമില്ല. നിങ്ങൾ അങ്ങനെ ഒരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയാൻ അവകാശമില്ല. കാരണം അത് മദീന ബൗണ്ടറിൻ്റെ ഉള്ളിലാണ്. ഇപ്പം മദീന ബൗണ്ടറി പുറത്ത് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമതൊരു കരാർ ഇവർ പറയണം. എന്താണ് ഇവരെ നിലപാട്? ഞങ്ങൾ നോക്കിക്കോളാം, സഹായിച്ചോളാം എന്നൊക്കെ പറഞ്ഞതല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞു, നബിയെ, തങ്ങളുടെ ചോദ്യം ഞങ്ങളെ കൊള്ളയാണ്. മദീനയുടെ ബൗണ്ടറിയിലായിരിക്കുമ്പോൾ ഒരിക്കലും തങ്ങളുടെ ഒരു രോമത്തിന് പോറലേൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഞങ്ങൾ വാക്ക് പറഞ്ഞതാ. പക്ഷേ ഞങ്ങൾ ആ കരാറ് ഒന്നുകൂടി പുതുക്കി ആവർത്തിച്ചു പറയുന്നു. ഞങ്ങളുടെ ശരീരം ശത്രുവിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ടല്ലാതെ റസൂലുള്ളാഹിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തങ്ങൾക്കൊരാപത്തും വരില്ല ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ എല്ലാ നിലക്കും ആ കരാർ ഒന്നുകൂടി പുതുക്കി പറയുന്നു. മദീനയുടെ ബൗണ്ടറിക്ക് പുറത്തും ഞങ്ങൾ തങ്ങളെ നോക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ എല്ലാവിധ സഹായങ്ങളുമുണ്ട്. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ശരീരവും തങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു. തങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാം. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞ്, പണ്ട് മൂസാ നബി യുദ്ധത്തിന് പോയതുപോലെയുള്ള ആ ഒരു അനുഭവം തങ്ങൾ പേടിക്കണ്ട. എന്താ മൂസാ നബി യുദ്ധത്തിന് പോയത്? ജബ്ബാരീങ്ങളായ ഒരു കൗമരോട് യുദ്ധത്തിന് പോയിട്ട് അവിടുത്തെ അനുയായികളെയും വിളിച്ചിട്ട് മൂസാ നബി പോകുന്ന സമയത്ത് പറഞ്ഞു, വഴിയിൽ വെച്ച് അവർക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ പുഴയിലിറങ്ങി വെള്ളം കുടിച്ചോളി, ഓവറായിട്ട് കുടിക്കണ്ട, പാകത്തിന് കുടിച്ചാൽ മതി, ഫുൾ ടാങ്ക് ആക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇവരാ പുഴയിലേക്കാണ്ട് ഇറങ്ങിയിട്ട് കമഴ്ന്ന് കിടന്നിട്ട് അങ്ങോട്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളം അങ്ങോട്ട് ഫുള്ളാക്കി അവിടുന്ന് നീച്ച് നടക്കാൻ വയ്യാതായി. ഇതുകൊണ്ട് ഓവറായി നിറഞ്ഞിട്ട് നടക്കാൻ വയ്യാതായി. പുഴൻ്റെ കരക്ക് ഇങ്ങനെ കയറി നിന്നപ്പോൾ ആരോടാ യുദ്ധം ചെയ്യാനുള്ളത്? ആയത് സമൂഹ കൗമ, ആ ജബ്ബാരികളായ കൗമിലെ 12 ആൾക്കാർ ഒരു വൈക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാത്തിനെയും കൂടി പിടിച്ചിട്ട് ഒരുത്തം പോക്കറ്റിലിട്ടു. ആ 12 ആളെയും കൂടി പിടിച്ചിട്ട് ഓൻ്റെ പോക്കറ്റിലിട്ടു. അജാതി മനുഷ്യന്മാരാണ്. പർവ്വതം തുരന്നിട്ട് താമസിക്കലും യുഹലക്ക് മിഥ്ലുഹാ ഫിൽ ബിലാദ്. ആ ഭയങ്കര മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന പന കടപഴകി വീണതാണോ എന്ന് മനസ്സിലാക്കിയിരുന്നു. അത്രയും വലിയ ആചാരബാഹുക്കളാ. അവരോട് യുദ്ധം ചെയ്യാനാ മൂസാ നബി കൗമിനെയും കൊണ്ട് പോണത്. മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോൾ ഇവരെ കണ്ടപാട് ഈ കൗമ പറഞ്ഞത്, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഇജ്ജു എൻ്റെ റബ്ബും കൂടി പോയിട്ടാണ് യുദ്ധം ചെയ്തോട്, ഞങ്ങൾ ഇവിടെ കുത്തിർക്കുക എന്ന് സ്വന്തം സഹാബത്ത്, മൂസാ നബിൻ്റെ സ്വന്തം അനുയായികൾ മൂസാ നബിയോട് പറയാണ്. തങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, അതൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ നഫ്സും ഞങ്ങളുടെ സമ്പത്തും തങ്ങൾക്ക് ദണ്ഡമാണ്, വേണ്ടത് ചെയ്യാം, സ്വതന്ത്ര പ്രവർത്തനം നടത്താം. ആ സ്വഹാബത്ത് ആ നിലക്കാണ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. തങ്ങൾക്ക് ധൈര്യമായി ഇനി തങ്ങൾക്ക് എന്ത് തീരുമാനവും എടുക്കാം. അൻസാരികളെയും മുഹാജിറുകളായ സ്വഹാബത്തിനെയും കൂട്ടി 313 ആളുകളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നടന്ന് റമളാൻ 12 മദീനത്ത് നിന്ന് പുറപ്പെട്ട നബി തങ്ങൾ റമളാൻ 16 മക്ക ബദറിൽ എത്തി. ബദറിൽ നടന്ന് ക്ഷീണിച്ച് തളർന്ന് വിഷമിച്ചൊക്കെ അവിടെ എത്തി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കയ്യിൽ കഴിക്കാൻ ആഹാരമില്ല. ഇങ്ങനെ ഒരു യുദ്ധം വിചാരിച്ച് ഇറങ്ങിയതല്ലല്ലോ മദീനത്തുനിന്ന്, അബൂ സുഫിയാനെ പിടിക്കാൻ വന്നതല്ലേ. അബൂ സുഫിയാൻ പോയപ്പോൾ പിന്നെ ഇതൊരു യുദ്ധമായി മാറിയതല്ലേ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു കരുതലും ഇല്ല. 12 കാരക്കുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം, ഹലബി നോക്കിയ അനവധി റിപ്പോർട്ടുകൾ കാണും. ഈ ഹലബി, സീറത്തുൽ ഹലബി ഒക്കെ നോക്കിയാൽ അതിങ്ങനെ നൂല് വലിഞ്ഞിങ്ങനെ പോകണേക്കാരം. ഇതെന്നൊരു റിപ്പോർട്ട് കിട്ടാൻ വലിയ പണിയാണ്. പക്ഷെ അതിൻ്റെ ബക്കത്തുണ്ടാവും നബവി, സീറത്തുൽ നബവി കൊടുത്തിട്ട് അത് കൃത്യം ചരിത്രം കിട്ടും, വ്യക്തമതായ ചരിത്രം കിട്ടും. 12 കാരക്കുണ്ടായിരുന്നുള്ളൂ എന്നാ. ഒരു കാരക്ക വായിൽ വെച്ച് കടിച്ച് ചവച്ച് താഴോട്ട് ഇറക്കുകയല്ല. റമളാനിലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് 12 പുറപ്പെട്ട സ്വഹാബത്ത് 16 ബദറിൽ എത്തുമ്പോഴേക്ക് ഒരു കാരക്ക വായിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീര് കൊണ്ട് അവരുടെ വരണ്ട തൊണ്ട നനച്ച് അടുത്ത സ്വഹാബിക്ക് കൈമാറുകയാണ്. ആ സ്വഹാബി അത് വായിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീര് കൊണ്ട് അവരുടെ വരണ്ട തൊണ്ട നനച്ച് അടുത്ത സ്വഹാബിക്ക് കൈമാറുകയാണ്. അങ്ങനെയാണ് അവരുടെ വരണ്ട കൊല്ലി നനച്ചുകൊണ്ട് അവർ യുദ്ധത്തിന് പോകുന്നത്. യുദ്ധക്കളത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഞാൻ അന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ ഒരു തൗരിയത്ത് പറഞ്ഞപ്പോൾ കളവ് പറയൽ പാടില്ല, തൗരിയത്താക്കി പറയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂല്യമാരത്ത് പല കെണിയുണ്ട് പറഞ്ഞു കൊടുത്താണ്. നമ്മളേറ്റ് കളിച്ചണ്ടാന്ന്. കളവ് കെതിവ് പറയാൽ ഹറാമാണ്, പക്ഷെ തൗരിയത്ത് ഹറാമില്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ വിചാരം വേറൊന്നാണ്, ഞങ്ങളെ ഉദ്ദേശം വേറൊന്നാണ്.
ഞങ്ങൾ അള്ളാഹിനടുക്ക കുടുങ്ങൂല, തൽക്കാലം നിങ്ങളെ തട്ടിപ്പിലാക്കുകയും ചെയ്യും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു തൗരിയത്തിൻ്റെ ഉദാഹരണം, ആ കെദിബിനെ പറ്റി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അള്ളാഹിൻ്റെ റസൂലിന് ഇത് എത്ര ആളുണ്ട് എന്നൊരു പിടുത്തം കിട്ടണം, ഇവർ എവിടെ എത്തിയെന്നറിയണം. ബദറിൽ ചെന്നപ്പോൾ ഒരു പിടുത്തൂല. അപ്പോഴാണ് ഒരു വയസ്സം കാക്കാനെ കണ്ടത്. ആ വയസ്സം കാക്കാനോട് ചോദിച്ചു, മക്കയിൽ നിന്ന് അബൂജഹലും പാർട്ടി മക്കാരെല്ലാം കൂടി ഒരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടു, അവരെവിടെ എത്തി എന്നറിയുമോ? അപ്പൊ എടുത്തപാട് ഇയാൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? ഇത് പറഞ്ഞേരി. ഞാനല്ലേ ആദ്യം ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞാൽ, ഞാൻ ചോദിച്ചതിന്റെ അവിടെ നിന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയോ? ആ പറയാന്നായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചതിന്റെ മറുപടി നിങ്ങൾ പറയും. മക്കാര് പുറപ്പെട്ടിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവണം പോ? അപ്പൊ ഇയാള് പറഞ്ഞു, അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇവിടുത്തേരാണ്, എന്താണ് അതും പറഞ്ഞുതരണം. ആ, പകരത്തിന് പകരം അല്ലേ? അയാൾ ചോദിക്കാം, പകരത്തിന് പകരം അല്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് ഇയാൾ പറഞ്ഞു, മക്കക്കാരായ ഖുറൈശികളും നേതാക്കന്മാരും ഇന്ന ദിവസം മക്കത്തുനിന്ന് പുറപ്പെട്ടു എന്ന് ഞാനൊരു വാർത്ത കേട്ടിട്ടുണ്ട്. ആ കേട്ട വാർത്ത ശരിയാണെങ്കിൽ, ആ പറഞ്ഞ ദിവസം അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഇന്ന സ്ഥലത്തുണ്ടാകും. പരിശോധിച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്. അത്രക്ക് ഭൂമിശാസ്ത്രപരമായ അറിവ് ഈ ഒരു പൊതു നോളേജുള്ള മനുഷ്യനാ. തനി സഫീഹല്ല അയാള്. മക്കത്തുനിന്ന് ഒരു മനുഷ്യൻ പുറപ്പെട്ടാല് ഇന്ന ദിവസം കൊണ്ട് ഇത്ര പോയിന്റ് നടന്നിട്ട് അവർ ബൈക്കിലൊക്കെ മൂത്രിക്കാനിരുന്ന് കാറ്റിക്കാനിരുന്ന് അതൊക്കെ കൂടി കണക്ക് കൂട്ടിയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്ന സ്ഥലത്തുണ്ടാകുന്ന ആ കൃത്യ പോയിന്റിലാണ് അപ്പോൾ ആ മുശ്രിക്കീങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. മറുപടി കിട്ടിയല്ലോ. നിങ്ങൾ ഇവിടുന്നാന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇട്ടണ്ടേ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മിൻ അയിനാന്തു, നിങ്ങൾ ഇവിടുന്നാണ്? നഹ്നു മിൻ മാ, ഞങ്ങൾ മാഇൽ നിന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടിയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്, നഹ്നു മിൻ മാ. അപ്പൊ ഈ തന്ത ചോദിച്ചു, ആ മിമ്മാ മിൻ ഇറാഖ്, ഇറാഖിലുള്ള മാഇൽ നിന്നാണോ? അതിന് കാര്യമായ മറുപടി ഒന്നും റസൂലുള്ള പറയാതെ കണ്ട് തിരിഞ്ഞു കളഞ്ഞ ബേ തടി തപ്പിന്ന. പിന്നെ പറഞ്ഞാൽ കൊടുക്കും. ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. ഇയാള് ചോദിച്ചു, ഇറാഖ് മാ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവിടുത്തെ രാന്നാ ഇയാൾ മനസ്സിലാക്കി. മദീനക്കാരാന്ന് മനസ്സിലാക്കിയ ഈ ന്യൂസ് ഈ തന്ത എന്ത് ചെയ്യും? അബൂജാലിനും പാർട്ടിക്കും കൊടുക്കും, വെളിപ്പെടുത്താൻ വയ്യ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? അവിടെ മാഇൽ നിന്നാണെന്ന് പറഞ്ഞത് കറക്റ്റ്. ഞങ്ങൾ ഇന്ദ്രിയമാകുന്ന വെള്ളത്തിൽ നിന്നാണ് എന്ന അർത്ഥത്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സർവ്വ മനുഷ്യരും ഇന്ദ്രിയമാകുന്ന വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. ഇതിനാ തൗരിയത്ത് എന്ന് പറയാ. ഇത് കദിബിന്റെ കൂട്ടത്തിലല്ല പെടുക, അതിന് കുറ്റവുമില്ല. ഇതിന് അറബിയിൽ പറയുന്ന ഒരു ഭാഷയാണ് തൗരിയത്ത്. ഇത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉപയോഗിച്ചു എന്നാ, ബദറിൽ ഉപയോഗിച്ചു. ചില ലക്ഷണങ്ങളും അപലക്ഷണങ്ങളും നോക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ. ലക്ഷണം നോക്കാന്നാ, പക്ഷെ അതിമ വിശ്വസിച്ചിട്ട് ഹൈറായ ഒരു കാര്യം ചെയ്യാൻ പോണെന്ന് മുടക്കരുത്. ലക്ഷണം നോക്കാം. ഒരു വിഷയത്തിന് വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയപ്പോ ഒരു കറുത്ത പൂച്ച കണ്ട് ഓടി. ഓ, കുരുത്തക്കേട്, ഇനിയിപ്പോ പോണ്ട. അത് ചെയ്യരുത്, മുടക്കരുത്. എന്തോ ഒരു പന്തികേടുണ്ട്. അള്ളാനെ ഏൽപ്പിച്ചിട്ട് ആ കാര്യം ചെയ്യണം, മുടക്കരുത്. അള്ളാന്റെ സ്വഹാബത്തിനെയും കൂട്ടി ബദർക്ക് ഇങ്ങനെ പോവാണ്. പോകുന്ന ഓരോ പോയിന്റ് നബി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെവിടെയാണ്, ഇതെവിടെയാണ്, എവിടെ എത്തി, ഈ സ്ഥലത്തിന്റെ പേരെന്താ? അങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തിന്റെ പേര് വാദിന്നാർന്ന, അഗ്നിത്തെരു, ചുവന്ന തെരു എന്നൊക്കെ പറയില്ലേ, അഗ്നിത്തെരു, വാദിന്നാർ. ശേ, ഇതൊരു ചുകില്ലല്ലോ. ഒരു സ്ഥലത്തിന്റെ പേര് ചോദിച്ചിട്ട് വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോ വാദിന്നാർ. ഈ സ്ഥലം ഒരു ചുകില്ല, നമ്മൾ ഇവിടുന്ന് പോവാ, ഇവിടെ ഇരിക്കണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് കുറച്ചും കൂടി ആ മലയിടുക്കിലൂടെ കറങ്ങിയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് അള്ളാഹു കണ്ടോ. ലക്ഷണം നോക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ഹദീത്തിന്റെ കിതാബുകളിൽ കാണുന്നുണ്ട്. ലക്ഷണം നോക്കുന്നതിന്റെ വിധി എന്താ? അള്ളാഹു റസൂല് ലക്ഷണം നോക്കി. ഈ പോകുന്ന പോക്കിൽ എന്തോ ഒരു അപലക്ഷണമുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ പേര് ചോദിച്ചപ്പോൾ ഇവിടെ നമ്മൾ താമസിച്ചാൽ എന്തോ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിക്കേളുക, അപ്പുറത്തേക്ക് മാറുക എന്ന് അള്ളാഹു റസൂൽ തീരുമാനിച്ചു. ഇതിന് വിരോധമില്ല. അപ്പോൾ ലക്ഷണം നോക്കാം. ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ലക്ഷണം, പക്ഷെ ആ ലക്ഷണത്തെ അവലംബിച്ചിട്ട് ഒരു ഖൈറായ കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് മുടക്കാൻ പാടില്ല. അത് അള്ളാഹിനെ തവക്കുലാക്കിയിട്ട് ആ പണി അങ്ങ് ചെയ്യണം. മറ്റു ചില മനുഷ്യന്മാർ ഇവിടെ ചെയ്യണത് എന്താണ്? അവര് ലക്ഷണത്തിന് പ്രശ്നം വെച്ച് നോക്കിയിട്ടോ എന്തെങ്കിലും കണക്ക്
കുട്ടി നോക്കിയിട്ടോ ആ സംഗതി ചൊവ്വില്ലാന്ന് കണ്ടാൽ ഹൈറായ ഒരു വിഷയത്തിന് ഇറങ്ങണത് അതാണ് മുടക്കുകയാണ്. എന്തിനെ? ഇതിനെ അവലംബിച്ചിട്ട്. അത് മുഅ്മിനീങ്ങൾക്ക് പാടില്ല, ഇതിനെ അവലംബിക്കാൻ പാടില്ല. നോക്കണീന് വിരോധമില്ല, നോക്കിയിട്ട് എന്തു വേണം? ഇവിടെ ചൊവ്വില്ലാന്ന് കണ്ട അപ്പുറത്തേക്ക് മാറുക. ആ ഹൈറായ കാര്യത്തിൽ തീരുമാനത്തിൽ പിന്തിരിയാൻ പാടില്ല. അത് അള്ളാനെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. റസൂലുള്ളാഹി കണ്ടില്ല ഇവിടെ ലക്ഷണം നോക്കിയത്. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞപ്പോൾ വാദിന്നാർ എന്നാണ് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കണ്ട, പേര് കേട്ടിട്ട് ഒരു ചൊവ്വില്ല. കുട്ടികൾക്ക് പേരിടുമ്പോൾ റഹ്മത്ത് എന്ന് പേരിടരുത്, ബർക്കത്ത് എന്ന് പേരിടരുത്, സലാം എന്ന് പേരിടരുത്. എന്താ സലാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷ. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ പോകാനിരിക്കുന്ന സമയത്ത് സലാമുണ്ടോ? അവിടെ രക്ഷയില്ല, സലാം ഇവിടല്ല, എന്താ രക്ഷയില്ല. അതുകൊണ്ടാണ് ആ പേരിടരുത് എന്ന് പറയുന്നത്. അങ്ങനത്തെ പേരിടരുത്. വല്ലപ്പോഴും ഇത് ചോദിക്കേണ്ടി വന്ന പറച്ചിലൊരു കുണജാത്ത പറച്ചിലല്ലേ, ഇവിടെ ഇല്ല, രക്ഷയില്ല. ദുബൈക്ക് പോവാണ്, ദുബൈക്ക് അവിടെ സമയത്തും എടാ സലാമേ മോനെ വാപ്പ ഇറങ്ങട്ടടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ സലാം ഇവിടെ ഇല്ല, ഓ സ്കൂളിൽ പോയി. എന്താ ഇതിനർത്ഥം? രക്ഷയില്ല. ഇതൊരു ചൊവ്വില്ലാത്ത വർത്താനല്ലേ. അതുകൊണ്ട് സലാം എന്ന് പേരിടരുത്. അബ്ദുസലാം ഇടാ, സലാം എന്ന് പേരിടരുത്. റഹ്മത്ത് എന്ന് പേരിടരുത്. റഹ്മത്ത് ഇവിടെ ഇല്ല, അതൊരു ശരിയല്ലോ. അപ്പൊ അങ്ങനെ ചില കാഴ്ചപ്പാട് ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇവിടെ റഹ്മത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാ ഇനിയിപ്പൊ ഹജ്ജിന് പോകണ്ടെന്ന് വിചാരിച്ച ഹജ്ജ് മുടക്കലാണോ? അല്ല. ദുബായിക്ക് പോകണ്ടെന്ന് വിചാരിച്ച ദുബായ് പോക്ക് മുടക്കലാണോ? അല്ല. അല്ലാഹു തആല എന്റെ യാത്രയിൽ ഖൈർ തരും, ഖൈർ വരട്ടെ. അള്ളാഹ് എന്ത് വിധിച്ചോ ആ വിധിച്ചതൊക്കെ നടക്കട്ടെ. അള്ളാഹാനാണ് തീരുമാനിച്ചിട്ട് ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയാതെ അതിലേക്ക് ഇറങ്ങണം. വേറെ ചില മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ? ഇങ്ങനെ പറഞ്ഞ കാരണത്താൽ ഇനി ആ കാര്യത്തിൽ പോയാൽ ഒരു ഗുരുത്വം പിടിക്കൂല എന്ന് വിചാരിച്ചിട്ട് ആ കാര്യം മുടക്കും. അത് ശരിയല്ല. അവർ പൂർണ്ണമായും അവലംബിച്ചത് ഈ ലക്ഷണത്തെ മാത്രമാണ്. നമ്മളോ അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് അവലംബിച്ചത്. അതിനെ അവലംബിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ബദറിൽ എത്തിയപ്പോൾ ഇവരെത്ര ആളുണ്ട് എന്ന് നബിക്ക് അറിയണം. ഇവരെ എത്തിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. എത്ര ആളുണ്ട് എന്ന് നബിക്ക് അറിയണം. നോക്കുമ്പോ വഴിയിൽ വെച്ച് കണ്ട ഒരാളോട് ചോദിച്ചു അവരെത്ര പേരുണ്ട് എന്ന് അന്വേഷിച്ചപ്പോ എത്ര പേരുണ്ടെന്ന് കൃത്യം പറയാൻ പറ്റില്ല. അള്ളാഹു ചോദിച്ചവർ എത്ര ഒട്ടകം ഇറക്കും നാസ്താക്കാൻ? അപ്പൊ പറഞ്ഞു ചിലപ്പോ 9 എണ്ണം ഇറക്കും, ചിലപ്പോ 10 എണ്ണം ഇറക്കും. അപ്പൊ അള്ളാഹു റസൂൽ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 9 ഒട്ടകം നാസ്തക്ക് അറക്കുമെങ്കിൽ, ഒരു ദിവസം ഭക്ഷണത്തിന് അറക്കുമെങ്കിൽ ഒരു 900-ന്റെയും 1000-ന്റെയും ഇടയിലാണ്. ചിലപ്പോ 10 ഇറക്കും, ചിലപ്പോ 9 ഇറക്കും. അപ്പൊ 1000-ന്റെയും 900-ന്റെയും ഇടയിലാണ്. അത് ശരിയുമാണ്. 900 ചില്ലാനം മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നു. അവരെണ്ണവും കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ തലേ ദിവസം ബദർ കൂടിയൊക്കെ ഇങ്ങനെ നടന്നിട്ട് സ്വഹാബത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെയും ചില സ്വഹാബത്ത് റസൂലുള്ളാഹിനെ കൂടെ കൊണ്ട് ബദർ കൂടി ഇങ്ങനെ നടന്നിട്ട് കയ്യിലുള്ള വടി കൊണ്ട് കുത്തിയിട്ട് വേണം, ഇവിടെയാണ് അബൂജാഹിൽ വീഴുക, ഇവിടെയാണ് ഉത്ബത്ത് വീഴുക, ഇവിടെയാണ് ശൈബത്ത് വീഴുക. അപ്പൊ കൂടെയുള്ള സ്വഹാബത്ത് പറയാൻ ഞങ്ങൾ അവിടെ ഒരു അടയാളം ഇട്ടിച്ചു. യുദ്ധം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഉച്ചയായപ്പോത്തിന് യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ. 16-ന് ബദറിലെത്തി, 17-ന് രാവിലെ വെള്ളിയാഴ്ച യുദ്ധം തുടങ്ങി. ഉച്ചയായപ്പോത്തിന് പരിപാടിയൊക്കെ കണ്ടീഷനായിട്ട് കഴിഞ്ഞു. ഉച്ചന്റെ ശേഷം ചെന്ന് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വരട്ട ഓരോ പോയിന്റിലും ഓരോ മനുഷ്യന്മാർ കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ തന്നെ ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അറിയാം ജയിക്കുന്നു. യുദ്ധം തുടങ്ങിയിട്ടില്ല, തുടങ്ങണീന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ്. യുദ്ധം തുടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് അള്ളാഹു റസൂൽ ഇന്ന സ്ഥലത്തിന് ആളുപോകും, ഇന്ന സ്ഥലത്തിന് ആളുപോകും, ഇന്ന സ്ഥലത്ത്. ഈ ഒരു ഉറപ്പ് രബിതങ്ങൾക്ക് കിട്ടിയിട്ടും അള്ളാഹു റസൂൽ എന്ത് ചെയ്തു? അന്നത്തെ രാത്രി റസൂലുള്ള ദ്വാരുന്നത് പോലെ ജീവിതത്തിൽ അത്രയും വിഷമിച്ച് ദ്വാരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണെന്ന് തങ്ങളെ ശരീരത്തിലുള്ള വസ്ത്രം, തോളിലിട്ടിരിക്കുന്ന വസ്ത്രം കൊയ്യാടി നിന്ന് ദ്വാരക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുമ്മ ഇന്ന ഹാദിഹിൽ ഇസാബത ഇൻ തുഹ്ലക് ഫലം തുഅബദ് അബദാ ഫിൽ അർദി അബദാ. ഈ കൊച്ചു സംഘം ഇവിടെ വെച്ചെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ പിന്നെ ആളുണ്ടാകില്ല. ഒരെണ്ണഞ്ഞ് മദീനത്ത് ബാക്കിയില്ല. ഉള്ളോടത്തോളം പോരാവുന്നത് ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഈ ശത്രുവിന്റെ മുമ്പിൽ വെച്ചിട്ട് 313 പേര് 900 അവരുടെ 3 ഇരട്ടി വലിപ്പമുള്ള 900 മുശ്രിക്കുകളോട് പടപൊരുതിയിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് തോറ്റുപോയാൽ, ഈ ഖൗമിനെ നശിപ്പിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിനക്ക് പിന്നെ ഇബാദത്ത് ചെയ്യാൻ ആളുണ്ടാവില്ല റബ്ബേ. ഇത് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നിട്ട്
കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിർത്തി നബിയെ, മതി മതി നിങ്ങൾ ദ്വാരുന്നത്, അത്ര മതി, അള്ളാഹ് സഹായിക്കും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്ന് റബ്ബിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ചെയ്ത സഹായം ഞങ്ങൾക്ക് നീ തരണേ പഠിച്ചവനെ, ഇപ്പോഴാണ് ഞങ്ങൾക്കത് കിട്ടേണ്ടത്, അത് നീ തരണേ എന്നും പറഞ്ഞ് കരഞ്ഞ് ദ്വാരക്കാണ് റസൂലുള്ളാഹി തങ്ങൾ. അതിനെ മുമ്പ് അള്ളാന്റെ റസൂൽ ബദർ കൂടി നടന്നിട്ട് പറഞ്ഞത്, ഇവിടെ എന്നെ ആള് പോകും, ഇവിടെ എന്നെ ആള് പോകും, ഇവിടെ എന്നെ ആള് പോകും. ഈ ഉറപ്പ് കിട്ടിയ നബി തങ്ങൾ എന്തിന് ദ്വാരുന്നു? അതൊരിക്കലും കൈവിട്ടുകൂടാന്ന് മനസ്സിലാക്കിക്കോ. എന്ത് വിജയം സുരക്ഷിതമായി മുന്നിൽ ഉറപ്പുണ്ടെങ്കിലും കൈവിടരുത്, പ്രാർത്ഥന കൈവിടരുത്. ബദറിൽ ഇത്രത്തോളം ജയിച്ച സ്വഹാബത്ത് ഹുനൈൻ യുദ്ധം വന്നപ്പോൾ എന്തുണ്ടായി? വയൗമ ഹുനൈനിൻ ഇത് അഅജബതുകും കസറതുകും ഫലം തുഗ്നി അൻകും ശൈആ. ഖുർആൻ പറഞ്ഞു, ഹുനൈൻ യുദ്ധം വന്ന സമയത്ത് 12,000 ഉണ്ട് സ്വഹാബത്ത്, 12,000. ശത്രുക്കളോ 4,000. ഈ രണ്ട് ചരിത്രം കൂടി നിങ്ങൾ നോക്കണം. ബദർ 313, ശത്രുക്കൾ 900. 313ന്റെ 3 ഇരട്ടിയല്ലേ 900. ഹുനൈൻ യുദ്ധം വന്നപ്പോൾ സ്വഹാബത്ത് 12,000, മുശ്രിക്കീങ്ങളോ 4,000. 4,000ന്റെ 3 ഇരട്ടിയല്ലേ 12,000 അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കി ഹുനൈൻ എന്തേ സംഭവിച്ചത്? ഹുനൈനിൽ പരാജയപ്പെട്ടു. ഫലം തുഗ്നി അൻകും ശൈആ എന്ന് ഖുർആൻ പറഞ്ഞു. ആൾ ബലമല്ല വിജയം, കുറെ ആള് എണ്ണണ്ടാകലല്ല വിജയം. പിന്നെ ഇവര് സമാധാനിച്ചു, ഇന്നിപ്പോ ഞങ്ങള് കുറെ ഉണ്ടല്ലോ, അഅജബതുകും കസറതുകും, ഒരുപാടുണ്ടല്ലോ ഞങ്ങള് എന്ന് അവര് സമാധാനിച്ചു. 313 ഞങ്ങൾ ബദറിൽ ജയിച്ചിട്ടില്ലേ, ഇന്നിപ്പോ ഞങ്ങൾ 12,000 അല്ലേ, മുശ്രിക്കീങ്ങൾ 4,000 അല്ലേ ഉള്ളൂ. ഹുനൈനാട് പരാജയപ്പെട്ടു. അള്ളാഹ് പഠിപ്പിച്ചു, അതിമലൊന്നും അല്ല വിജയം. വിജയം ആൾ ബലത്തുമലല്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിലും ദ്വാരുന്ന ദ്വാ കണ്ടില്ലേ? പടച്ചവനെ, ബദർ വിജയിക്കുന്ന നബി തങ്ങൾക്ക് ഉറപ്പാണ്. തലേ ദിവസം ഉറപ്പ് കിട്ടിയിട്ട് തങ്ങളിങ്ങനെ നടന്നിട്ട് കൃത്യ പോയിന്റ് കാണിച്ചു കൊടുത്തത്. എന്നാലും പടച്ചവനെ, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, നീയാണ് ഞങ്ങളെ സഹായിക്കാൻ, നീ ഞങ്ങളെ കൈവിട്ടാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെട്ടുകൊണ്ട് ദ്വാരക്കുന്നത് കണ്ടിട്ട് സഹിക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ മതി മതി, നിർത്തിക്കാളി, മതി നിർത്തിക്കാളി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകൾ അവിടെ 900 ചില്ലാനം ആളുകൾ പിന്നെ ഒട്ടകത്തെ അറുത്തുകൊണ്ട് ഇഷ്ടംപോലെ തിന്ന് കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ ചീഞ്ഞു നാറുന്ന ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടത്തിന്റെ ദുർഗന്ധം ഈ 12 കാരക്ക് തിന്ന സ്വഹാബത്തിന്റെ മൂക്കിലടിക്കുമ്പോൾ അവരുടെ മാനസിക നിലപാട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു പരാതി അവർക്കില്ല. അള്ളാഹുവിന്റെ ദീനിനെ പണപൊരുതാൻ വേണ്ടി അവർ തയ്യാറായി വന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തു എന്നറിയോ? ബി5,000 മിനൽ മലായികത്തി മുസവ്വിമീൻ. ആദ്യം 1000, 2000, 3000 എന്നൊക്കെ പല കണക്ക് കിതാബിൽ പറയും. മൊത്തത്തിൽ ബദരീങ്ങളിൽ ബദർ യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് 5000 മലക്കുകളെ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. 5000 മലക്കുകൾ. എങ്ങനെ? നീളങ്കുപ്പായം ധരിച്ച, തലപ്പാവ് കെട്ടി, വിവിധ കളറുകളിലുള്ള തലപ്പാവും വാലും വെച്ച, നീളങ്കുപ്പായം അണിഞ്ഞ 5000 മലക്കുകൾ ബദറിൽ ഇറങ്ങി വന്നു. ഇത് സ്വഹാബത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയുടെ മുമ്പിൽ 2 ആള് കഴുത്ത് മുറിക്കപ്പെട്ട് കിടക്കണം. അപ്പോൾ വേറൊരു സഹാബി ചെന്നിട്ട് ചോദിച്ചു, ഈ ആണോ ഇവ 2 ആളെയും കൊന്നത്? നിങ്ങളാണോ ഇവ 2 ആളെയും കൊന്നത്? ഞാനല്ല, മലക്കുകളാ കൊന്നത്. നേരെ മലക്കുകളെ കണ്ടവരുണ്ട്, മലക്കുകൾ യുദ്ധം ചെയ്തോ ചെയ്തില്ലേ എന്ന് ചരിത്രത്തിൽ ഖിലാഫുണ്ട്. മലക്കുകൾ യുദ്ധം ചെയ്തോ അതോ ഒരു വെറുതെ നിന്നിട്ടുള്ള അദദുർ റൂസ് കാണിച്ചു തന്നിട്ട്, തലയെണ്ണം കാണിച്ചു തന്നിട്ട് ജനങ്ങളെ പെരുപ്പിച്ച് കാണുമ്പോൾ സ്വഹാബത്തിന് നോക്കുമ്പോൾ ഈ കണ്ട മനുഷ്യന്മാരൊക്കെ നമ്മളില്ലേ എന്നൊരു സമാധാനം. ശത്രുക്കൾക്ക് എടാ നമ്മൾ കരുതിയ മാതിരിയല്ല, ഒരു കണ്ടമാന ആളുണ്ട് എന്ന് ഓൽക്കൊരു പേടി. അതിനുവേണ്ടി അദദുർ റൂസിന് വേണ്ടി ഇറങ്ങിയതാണോ അതല്ല അവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് ചരിത്രത്തിൽ ഖിലാഫുകൾ കാണും. പക്ഷെ അതിനെ സംബന്ധിച്ച് ഉലമാ തന്നെ പറഞ്ഞത്, പല സ്ഥലത്തും മലക്കുകളുടെ പ്രവൃത്തി സ്വഹാബത്ത് നേരിൽ കണ്ടവരുണ്ട് എന്നാ, നേരിൽ കണ്ടിട്ടുണ്ട്. ഈ സ്വഹാബി പറയാണ്, ഞാനല്ല വെട്ടിയത്, ഞാൻ ഇവിടെ നിൽക്കുമ്പോ 2 മലക്കുകൾ അത് വെട്ടിക്കണ്ട് ഒരു പോയി, അത് ഞാൻ കണ്ടു. അപ്പൊ മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രത്തിന്റെ അന്തിമം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചെയ്തിട്ടുണ്ട്.
5000 മലക്കുകൾ ഇറങ്ങി വന്നു. അവർ ഈ സ്വഹാബത്തിൻ്റെ അണിയിൽ നിന്നു. ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു. ശത്രുക്കൾക്ക് പലർക്കും ഇങ്ങോട്ട് വരാൻ പേടിയുള്ളപ്പോ അവിടെയുള്ള പെണ്ണുങ്ങൾ പാട്ട് പാടി, ഏയ് ഭീരുക്കളെ, മക്കയിൽ വെച്ചുകൊണ്ട് ബജ്ജാർത്താനം പറഞ്ഞിരുന്ന നിങ്ങള് ഇവിടെ വന്നപ്പോ ആ ളുഅഫാക്കളായ മുഹമ്മദിന്റെ അനുയായികളോട് യുദ്ധം ചെയ്യാൻ കഴിയാതെ പേടിച്ചിങ്ങനെ നിൽക്കുക. നിങ്ങളിവിടെ യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിൽ മക്കയിൽ തിരിച്ചു വന്നാൽ ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കില്ല. പെൺകൊതിയന്മാരായ അവർ ഈ പെണ്ണുങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിൽ, മുന്നിൽ നിൽക്കുന്ന പിശാചിന്റെ പ്രേരണക്ക് മുമ്പിൽ കുടുങ്ങി. പലർക്കും യുദ്ധം ചെയ്യേണ്ടെന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു, പോവുക എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ നിന്ന് ഇബ്ലീസ് വലിക്കുകയും പിന്നിൽ നിന്ന് ഈ പെണ്ണുങ്ങളുടെ പാട്ടും, നിങ്ങളെ മക്കത്ത് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഭാര്യമാരായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോ പെൺകൊതിയന്മാരായ ഇവന്മാർ, കാമവെറിയന്മാരായ ഇവന്മാർ ഈ ഭാര്യമാർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പലരും യുദ്ധത്തിൽ ഇറങ്ങിയത്. മറുപക്ഷം കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇറങ്ങണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അബൂജഹൽ ഉൾപ്പെടെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടും പിന്തിരിയാതെ ഇബ്ലീസിന്റെ പ്രേരണ പ്രകാരം യുദ്ധത്തിനിറങ്ങിയതാണ്. അവിടെയൊന്നും മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അവർ ആക്രമണത്തെ ആഗ്രഹിച്ചിട്ടില്ല. ഇവരുടെ ഭാഗത്ത് നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്. അവസാനം മുന്നിലെത്തിയപ്പോൾ മലക്കുകളെ കണ്ട് ഇവർ പേടിച്ചു. ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. 313 പേര്, ആയുധമില്ല, ഭക്ഷണമില്ല, ലോകത്തിന്റെ പിന്തുണയില്ല. അവരുടെ 3 ഇരട്ടിയുള്ള ശത്രുക്കൾ 900 പേര്. ജാഹിലിയ ലോകം മുഴുവനും അവർക്ക് പിന്തുണയാണ്. ഭക്ഷണം അവരുടെ കയ്യിലുണ്ട്, ആയുധം യഥേഷ്ടം അവരുടെ കയ്യിലുണ്ട്, യുദ്ധതന്ത്രം പഠിപ്പിച്ച കുതിരകളുണ്ട്, സവാരിക്ക് പറ്റിയ ഒട്ടകങ്ങളുണ്ട്, എല്ലാ സർവസന്നാഹങ്ങളോടുകൂടിയും അവരപ്പുറത്തുണ്ട്. ആരാ വിജയിച്ചത്? 313 പേരാ വിജയിച്ചത്. എന്തേ വിജയിക്കാൻ കാരണം? വിജയത്തിന്റെ നിദാനം ആൾബലമല്ല, പറഞ്ഞു. ആരോഗ്യവും ഒന്നും നോക്കിയിട്ടല്ല. പിന്നെ എന്തുകൊണ്ട് വിജയിച്ചു? വിജയിച്ചത് മലക്കുകളെ അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ട് വിജയിച്ചു, അല്ലേ? അപ്പൊ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? മുഅ്മിനായ ഒരു മനുഷ്യന്റെ ചിന്ത അല്ലാഹുവും അവന്റെ റസൂലും അവന്റെ ദീനും എന്നതാണെങ്കിൽ ലോകം മുഴുവനും നമുക്കെതിരിൽ തിരിഞ്ഞാലും ലോകം കാണാത്ത ഒരു ശക്തി നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കും, അല്ലേ? ബദർ നൽകുന്ന ഒരു പാഠം അതല്ലേ? 313ന്റെ ഇരട്ടി 900 അപ്പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യവും ഉണ്ട്. ഈ 313ന്റെ പിന്നിൽ ലോകം മുഴുവനും എതിരാണ്. ലോകം മുഴുവനും ആ മുസ്ലിമീങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചാലും ലോകം കാണാത്ത ഒരു ശക്തി നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കും എന്നതാണ് ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം. അതിനെന്ത് വേണം? മലക്കുകൾ നമ്മളോട് സഹവസിക്കണമെങ്കിൽ എന്തിനാണ് ഈ 5000 മലക്കുകൾ ബദറിൽ ഇറങ്ങി വന്നത്? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ ഭൂമിയിൽ നിന്ന് ഒരു കൈകൊണ്ട് പൊക്കിയിട്ട് ആ സദൂം എന്ന് പറയുന്ന ഒരു ഖറിയയെ, ഒരു നാടിനെ തലക്കീഴായി മറിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഒരൊറ്റ മലക്ക് പ്രവർത്തിച്ചു എന്നത് ഇന്നും ലോകത്ത് കിടക്കുന്ന സാക്ഷിയാണ്, തെളിവാണ്. അനുഭവം അത് പോയി കാണാവുന്ന തെളിവാണ്. അങ്ങനത്തെ ഒരു ജിബ്രീൽ പോരായിരുന്നോ ഈ 900 എണ്ണത്തിന് ഒരു പിടുത്തം പിടിച്ചിട്ട് ഞെക്കിക്കളയാൻ? എന്തിനാ 5000 മലക്കുകൾ ഇറങ്ങി വന്നത്? ആ മലക്കുകൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാ, പടച്ചവനെ, കാഴ്ചയിൽ അവർ മനുഷ്യരാണെങ്കിലും സ്വഭാവത്തിൽ ഞങ്ങളോട് യോജിച്ചവരാണ്. അതുകൊണ്ട് സ്വഭാവത്തിൽ ഞങ്ങളോട് യോജിച്ച ഒരു കക്ഷി ഭൂമിയിൽ യുദ്ധം ചെയ്യുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിപ്പൊട്ടാതെ ഇറങ്ങി വന്നതാണ്. പിന്നെ ബദരീങ്ങൾ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് അല്ലാഹു സ്ഥാനം കൊടുത്തതുപോലെ മലക്കുകളുടെ കൂട്ടത്തിൽ ഈ ബദരീങ്ങൾക്ക് അതേ പദവി കൊടുത്ത ഒരു കക്ഷി ഉണ്ടാവാനും പടപൊരുതി വിജയിക്കാനും അല്ലാഹു തആല ഇറക്കി 5000 മലക്കുകളെ. ഈ മലക്കുകൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കാഴ്ചയിൽ അവർ മനുഷ്യരാണ്, സ്വഭാവത്തിൽ ഞങ്ങളെപ്പോലെയാ. എന്താ മലക്കുകളുടെ സ്വഭാവം? നോമ്പിനെ പറ്റി പറഞ്ഞെടുത്തുണ്ട്. നോമ്പിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ മാത്രമല്ല,
ഒന്നും തിന്നാതെ പട്ടിണി ഇങ്ങനെ കിടക്കുക, ഉള്ളിലേക്കൊന്നും ചേരണ്ട, പട്ടിണി അങ്ങനെ കിടക്കുക. ഇതല്ല നോമ്പോട് ഉദ്ദേശിച്ചത്. പിന്നെയോ ബലി തശബ്ബുഹു ബിൽ മലായികത്തിൽ കിറാം, ബഹുമാനികളായ റബ്ബിന്റെ ആ പരിശുദ്ധ അടിമകളായ മലക്കുകളോട് സാദൃശ്യം വരലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം. ഈ ലക്ഷ്യം സ്വഹാബത്ത് നോമ്പ് നോറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിലല്ലേ. മലക്കുകളുടെ നോമ്പ് എന്തായിട്ടുണ്ട്? സ്വഭാവത്തിൽ അവർ മലക്കുകളോട് യോജിക്കാവുന്ന നോമ്പായിട്ടുണ്ട്. എന്താ മലക്കുകളുടെ സ്വഭാവം? മലക്കുകൾക്ക് മക്കളെ കാര്യം ചിന്തിക്കാനില്ല, ഭാര്യമാരുടെ കാര്യം ചിന്തിക്കാനില്ല, കക്കൂസ് പോണ കാര്യം ചിന്തിക്കാനില്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അവർക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, അള്ളാഹുവും അവൻ റസൂലും അവൻ്റെ ദീനും. ഇതല്ലാത്തൊരു സംഗതി ഉണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ബദരീങ്ങൾ ഇറങ്ങുമ്പോൾ, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോരുന്ന സമയത്ത് കയ്യിന്റെ വിരലിൽ പിടിച്ചു തൂങ്ങിയിട്ട് ആ കുഞ്ഞുമക്കൾ സിറ്റ് ഔട്ടിൽ വെച്ച് ചോദിക്കുന്നു, യാ അബത്തി മതാ തജീഇ, ഉപ്പാ നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരിക? നിങ്ങൾ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ചോദിച്ച ചോദ്യം ആ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വാളിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്ന ബഹുമാനപ്പെട്ടവർക്ക് എൻ്റെ മക്കൾ യതീമാകുമോ എന്ന് ചിന്തിച്ചുകൂടായിരുന്നില്ലേ? സൗന്ദര്യവതികളായ അനവധി പെൺകുട്ടികളെ വിവാഹം ചെയ്ത് ചെറുപ്പക്കാരല്ലേ ഈ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന് എൻ്റെ ഭാര്യ വിധവയാകുമല്ലോ എന്ന് ചിന്തിച്ചുകൂടായിരുന്നില്ലേ? ഭാര്യമാരെ കുറിച്ച് ചിന്തിച്ച വേവലാതിയില്ല, മക്കൾ അനാഥമാകുമല്ലോ എന്ന പേടിയില്ല. ദീനിന്റെ ഖുതുബത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഒരൊറ്റ ചിന്ത, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ആയുധമില്ല, വാഹനമില്ല, ഞങ്ങളെ മക്കൾ യതീമാകും, ഞങ്ങളെ ഭാര്യമാര് വിധവകളാകും. ഇതൊന്നും ചിന്തിച്ചിട്ട് റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിന്റെ രംഗത്ത് നിന്ന് ഒരിഞ്ച് പുറകോട്ട് അവർ മാറിയിട്ടില്ല. അവരുടെ ചിന്ത അല്ലാഹുവും അവന്റെ റസൂലും അവന്റെ ദീനും എന്നതിൽ കവിഞ്ഞ് ഒന്നും അവർക്കില്ല. അപ്പൊ മലക്കുകളുടെ സ്വഭാവവും സഹാബത്തിന്റെ സ്വഭാവവും ഒന്നായില്ലേ? അപ്പൊ കാഴ്ചയിൽ മനുഷ്യരാണെങ്കിലും സ്വഭാവത്തിൽ നാം മലക്കുകളോട് യോജിച്ചാൽ ലോകം മുഴുവനും നമുക്കെതിരിൽ തിരിഞ്ഞാലും ലോകം കാണാത്ത ഒരു ശക്തി നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കും. ഇതാണ് ബദർ നൽകുന്ന ഒരു പാഠം. ഇന്ന് ലോകത്തിന് ആവശ്യവും അതാണ്. ഇന്ന് ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്? 120 കോടി മുസ്ലിമീങ്ങളുണ്ട്. ജൂതന്മാരെത്ര ഉണ്ട്? മലയാള മനോരമ ലേറ്റസ്റ്റ് ഇയർ ബുക്ക് പരിശോധിച്ചാൽ മലയാള മനോരമയിൽ കാണുന്നത് 3 കോടി ജൂതരാ ലോകത്തുള്ളത്. അവന്റെ കയ്യിലാ ബൈത്തുൽ മുഖദ്ദസ്, മുസ്ലിമീങ്ങളുടെ അഭിമാന സ്തംഭമായ ബൈത്തുൽ മുഖദ്ദസ് കിടക്കുന്നത് 3 കോടി ജൂതന്റെ കയ്യിലാ. തിരിച്ചു പിടിക്കാൻ മാർഗം കാണുന്നില്ല. 120 കോടി മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടായിട്ട് 3 ഇരട്ടിയോ 30 ഇരട്ടിയോ എത്രയാ? 3 കോടി ജൂതന്റെ എത്ര ഇരട്ടിയാ 120 കോടി മുസ്ലിമീങ്ങൾ? എന്നിട്ട് ആ മുസ്ലിമിന്റെ അഭിമാന സ്തംഭമായ ബൈത്തുൽ മുഖദ്ദസ് കിടക്കുന്നത് ആരുടെ കയ്യിലാ? എന്തേ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്? 50ഓളം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ട് ലോകത്ത്. 50ഓളം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ. എണ്ണത്തിൽ മുസ്ലിമീങ്ങൾ 120 കോടിയുണ്ട്. കാനേഷുമാരി കുറവൊന്നുമല്ല, നമ്മൾ അത്യാവശ്യമുണ്ട്. ലോകത്തെവിടെ ഹിന്ദുക്കളുള്ളത്? ഇന്ത്യ രാജ്യത്ത് കുറച്ച് ഹിന്ദുക്കളുണ്ട്, നേപ്പാളിൽ കുറച്ച് ഹിന്ദുക്കളുണ്ട് എന്നല്ലാതെ ലോകത്തെവിടെ ഹിന്ദുക്കളുള്ളത്? ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിംസ് അല്ലേ? കുറവാ നമ്മള്. സാമ്പത്തിക രംഗത്ത് മുസ്ലിമീങ്ങൾ കുറവാണോ? കേരളത്തിലെ സമ്പത്തിൽ 1ാം സ്ഥാനം യൂസുഫ് അലി മുസ്ലിം. ഇന്ത്യയില് സമ്പന്നന്മാരെ പരിശോധിച്ച 2ാം സ്ഥാനത്ത് മുസ്ലിം. ഇന്ത്യയിലെ സമ്പന്നന്മാരെ പരിശോധിച്ച 2ാം സ്ഥാനത്ത് മുസ്ലിം. കേരളത്തിലെ സമ്പന്നരെ പരിശോധിച്ചാൽ 1ാം സ്ഥാനത്ത് മുസ്ലിം. സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് വല്ല കുറവുണ്ടോ? ലോകത്തിന്റെ മുഴുവനും ആവശ്യമായ വരുമാന മാർഗമായ എണ്ണ മുസ്ലിമീങ്ങളെ കയ്യിലല്ലേ കിടക്കുന്നത്? ഇറാഖിന്റെ മേലിൽ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടതെങ്ങാനും പിൻവലിച്ചിട്ട് ഇറാഖിന്റെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ ലോകത്തിന്റെ വിപണിയിൽ ഇറക്കുമതി ചെയ്താൽ ലോക മാർക്കറ്റിൽ അത് വിറ്റിട്ട് കിട്ടുന്ന വരുമാനം അമേരിക്കയിൽ ഇറാഖിൽ തിരിച്ചെത്തിയാൽ ഇറാഖിലെ ഓരോ പൗരനും അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ സുഖകരമായി ജീവിക്കുമെന്ന തിരിച്ചറിവാണ് സഖ്യകക്ഷികൾ, അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിന്റെ മേലിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. അത് പിൻവലിച്ചിട്ട് ആ എണ്ണ എങ്ങാനും ലോക വിപണിയിൽ ഇറക്കുമതി ചെയ്ത് നോക്കട്ടെ. ഇറാഖിലെ മുസ്ലിമീങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ സുഖകരമായി ഇറാഖിലെ ഓരോ പൗരനും ജീവിക്കും. സമ്പത്തിൽ വല്ല കുറവ് നമുക്കുണ്ടോ? സമ്പത്ത് കുറവില്ല, കാനേഷുമാരി കുറവില്ല. ജനസ്വാധീനത്തിൽ 50 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ട്. ജൂതന്മാർക്ക് ലോകത്ത് ഒരൊറ്റ രാഷ്ട്രം
രാഷ്ട്രം ആണത്വത്തോടുകൂടി ഞങ്ങളുടേതെന്ന് പറയാനില്ല. ഇസ്രായേൽ പിടിച്ചെടുത്തതാ, വേണ്ട സമ്മതിച്ചു കൊടുക്കാം. ഇസ്രായേൽ അവരുടേതാണെന്ന് സമ്മതിച്ചാൽ കൊടുക്കാം. 49 രാഷ്ട്രം കൂടുതലുള്ള നമ്മൾ എന്തിനാണ് ഈ ഒരു രാഷ്ട്രം പോലും ഇല്ലാത്ത അമേരിക്കന്റെ എച്ചിൽ നക്കികളായ ഈ ഇസ്രായേലിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നത്? അപ്പൊ നമ്മളെ ലക്ഷ്യത്തിൽ നമ്മൾ മാറി. അള്ളാഹുവും അവന്റെ റസൂലും അവന്റെ ദീനും എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറിയപ്പോ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട സഹായം നമുക്ക് കിട്ടുന്നില്ല. ലക്ഷ്യം അതാണെങ്കിൽ ഈ ലോകം മുഴുവനും നമുക്കെതിരിൽ തിരിഞ്ഞാലും ഒന്നും പേടിക്കാനില്ല. 12 മുസ്ലിമീങ്ങൾ ഭാരതത്തിൽ കടന്നു വന്നപ്പോ സ്വീകരിക്കാൻ അനുയായികളുണ്ടെന്ന പ്രതീക്ഷയിലല്ല മാലിക് ദീനാറും 12 ആളും കേരളത്തിൽ വന്നത്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വരുന്ന സമയത്ത് കോഴിക്കോട് വരുമ്പോ ഈ കേരളത്തിൽ എന്നെ സ്വീകരിക്കാൻ ആളുകളുണ്ട് എന്ന പ്രതീക്ഷയിൽ സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ ആളുണ്ട്, കാറ് കൊണ്ടുപോയി സ്വീകരിക്കാൻ ആളുണ്ട് എന്ന പ്രതീക്ഷയിലല്ല വന്നത്. ആ മുസ്ലിമീങ്ങൾ കേരളത്തിൽ 12 മുസ്ലിമീങ്ങൾ വന്നിട്ട് ഇവിടെ പള്ളികൾ ഉണ്ടാക്കിയെങ്കിൽ ആ 12 മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ പള്ളി ഭാരതത്തിലെ 12 കോടി മുസൽമാന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. നൂറ്റാണ്ടുകളോളം മുസ്ലിം സമൂഹം സുജൂദ് ചെയ്ത ബാബറാൽ നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ 12 കോടി മുസ്ലിമിന് എന്തേ കഴിയാതെ പോയത്? അതാണ് ഞാൻ അന്നൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. സുൽത്താൻ ബത്തേരിക്ക് സമീപത്തുള്ള മുത്തങ്ങയിലെ ആദിവാസികൾക്ക് നേരെ എവിടെ നിന്നോ ഒരു ആക്രമണത്തിന്റെ സ്വഭാവം വന്നപ്പോഴേക്ക് ഇന്ത്യൻ പാർലമെന്റ് 2 ദിവസം ആ പേരിൽ സ്തംഭിച്ചു പോയിട്ടുണ്ട്. കേരള നിയമസഭ ഒരാഴ്ച അതിന്റെ പേരിൽ സ്തംഭിച്ചിട്ടുണ്ട്. ആദിവാസികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇക്കഴിഞ്ഞ ദിവസം മാസങ്ങൾക്ക് മുമ്പ് മുത്തങ്ങ ആവർത്തിച്ചുകൊണ്ട് വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ നരനാരായട്ടം നടത്തി ഈ ലോകത്ത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഇന്ത്യൻ പാർലമെന്റോ ലോക പാർലമെന്റോ 2 മിനിറ്റ് സ്തംഭിച്ചിട്ടില്ല. ഒരു ആദിവാസിയുടെ വില നമുക്കില്ലാതെ പോയില്ലേ? ഒരു ആദിവാസിന്റെ വില മുസ്ലിമീങ്ങൾക്കില്ലാതെ പോയില്ലേ? മനുഷ്യൻ ലക്ഷ്യം മാറി പ്രവർത്തിക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങൾ ലക്ഷ്യം മാറി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് ലോക മുസ്ലിമീങ്ങൾ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാ. ഈ പാവപ്പെട്ട സുന്നി കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടാ മറ്റു മുസ്ലിമീങ്ങളും ജീവിച്ചു പോരുന്നത്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിമാണെന്നും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അള്ളാന്റെ റസൂല് ദോഷം ചെയ്തു എന്നും സാധാരണ മനുഷ്യനാണെന്നും പറയുന്നതിൽ വഹാബിക്കല്ലാതെ വേറെ ആർക്കാ അഭിപ്രായമുള്ളത്? ഒരു വഹാബിക്കല്ലാതെ വേറെ ആർക്കാ അഭിപ്രായമുള്ളത്? നമ്മൾ അമ്പിയാക്കന്മാരെ മുഴുവൻ ദോഷം ചെയ്ത പോലെ ആക്കണം ഇവർക്ക്, അല്ലേ? ഇവരല്ലാതെ ലോകത്താരതാരാ പറഞ്ഞിട്ടുള്ളത്? ഒരു മനുഷ്യൻ പറയില്ല. ഇവരിൽ നിന്ന് കിട്ടിയിട്ട് മറ്റോര് പറഞ്ഞതാ. ഇവരാണ് അത് ലോകത്ത് ആദ്യം പറഞ്ഞുണ്ടാക്കിയത്, വേറെ മനുഷ്യന്മാരിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മളെ കൂട്ടർ. അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുമോ? കുറച്ചെങ്കിലും മുസ്ലിമീങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് സൈനബ് റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും കൂടി കഅബത്തിന്റെ നിഴലിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, സൈനബ, അള്ളാഹുവിന്റെ ശിക്ഷ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും. 2 കാലഘട്ടം അള്ളാഹു തആല പറയാണ്. 2 കാലഘട്ടം അള്ളാഹിന്റെ ശിക്ഷ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോ അള്ളാഹു തആല അവന്റെ മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇപ്പൊ അവരെ ശിക്ഷിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് അള്ളാഹു ആ ശിക്ഷ പിൻവലിക്കും. അതേസമയം ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും. ആ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ പരിഗണിച്ചിട്ട് പോലും ആ ശിക്ഷ പിൻവലിക്കൂല. റബ്ബിന്റെ ആ ശിക്ഷയിൽ മുഅ്മിനീങ്ങളും പെടും, തെമ്മാടികളും പെടും. മുഅ്മിനീങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അതിൽ മരിക്കുന്ന മുഅ്മിനിന് ഷഹീദിന്റെ കൂലി കിട്ടും. ആ ശിക്ഷ എത്രത്തോളം ദൂരവ്യാപകമാണ്. വയൽ വരമ്പത്തിരിക്കുന്ന കൊക്ക് വരെ ചത്തുപോകും എന്ന് ആ ഹദീസിൽ കാണാം. എന്താണ് കൊക്കിനെ പറയാൻ കാരണം? രൂക്ഷമായ വരൾച്ച നേരിട്ടാലും 6 മാസം വെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ജീവിയാണ് കൊക്ക്. ആ കൊക്ക് വരെ ചത്തുപോകുന്ന. അപ്പൊ അദാബിന്റെ കാഠിന്യം എത്രയാണ്? എന്തേ സൈനബ് ചോദിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് നബിയെ ഇങ്ങനെ 2 തരം ശിക്ഷ വരാൻ കാരണം? അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷ വാനലോകത്ത് നിന്ന് വരുന്ന സമയത്ത് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ അവരെ ബർക്കത്ത് കൊണ്ട് തെമ്മാടികൾക്ക് ശിക്ഷ വേണ്ടാന്ന് വിചാരിച്ച അല്ലാഹ് പിൻവലിക്കുകയാണ്. അതെന്തേ കാരണം? അന്നത്തെ മുഅ്മിനീങ്ങൾ, അന്ന് തെറ്റ് ചെയ്യുന്ന തെമ്മാടികൾ, ആ തെമ്മാടികൾ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. പക്ഷേ മുഅ്മിനീങ്ങളെ പരിഗണിച്ചിട്ട് അത് മറച്ചു ചെയ്യുമായിരുന്നു. ഈ വയസ്സന്മാരോട് ചോദിച്ചാൽ പണ്ടത്തെ കാലത്ത് നിങ്ങൾ പെരുന്നാളോ മറ്റോ ആവുമ്പോൾ പന്തളിച്ചാൽ
പോകാൻ തീരുമാനിച്ചാൽ അത് പറയുമ്പോൾ തന്നെ കൽബ് പേടിക്കും. എടാ ഞാൻ നാളെ പെരുന്നാളല്ലേ, ഒരു പന്ത് കളിച്ചാൽ പോയിക്കാണ്ട് എന്താ പറ്റി പറയേണ്ടത്, ഉസ്താദ് അറിഞ്ഞാൽ എന്തിനാ നല്ലത്, നാട്ടിലെ കാരണന്മാർ അറിഞ്ഞാൽ എന്തിനാ നല്ലത്, എന്തേ പറ്റി പറഞ്ഞത് പന്ത് കളിച്ചാതോ. ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അവരെ ചുറ്റുവട്ടം കൂട്ടിയിട്ട് എങ്ങനെ പോവുക, എടുക്കുക പോവുക എന്നങ്ങ് ഊരത്തലൻ്റെ മുകളിൽ പോവുക, ആരും കാണൂലാതായി. ഈ പന്ത് കൊടുത്ത് നടന്നോ, ഞങ്ങൾ ഐക്കൂടിയും വരാം, മറ്റോൻ ഐക്കൂടിയും പോയിക്കോട്ടെ, 6 ആൾ ഒരുമിച്ച് പോവില്ല. ഇവരിങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് പോയി ഇഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് പന്ത് കളിച്ചാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് വരില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടാടാ നിർത്തടാ ഒരു ടവല് കെട്ടി ആരാ വരുന്നുണ്ട് പറഞ്ഞു. നോക്കുമ്പോൾ രാജ്യത്തെ കമ്മിറ്റി പ്രസിഡന്റ്, എടാ ഹാജിയാരതാ വരുന്ന മണ്ടിക്കാളീർ അല്ലേ, കുറ്റിപ്പന്തൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ പോയിട്ട് ഒളിച്ചു മാറി കുത്തർ ഹാജിയാരാണ് പോയി ദേശാ കളിക്കുക. എന്താ, ഞങ്ങൾ ചെയ്യണത് ശരിയല്ല എന്നവർക്കറിയാം, എങ്കിലും നാട്ടിൽ ദീൻ നടത്തുന്ന ഉമറാനും ഉലമാനും അവർ ഒരു വില കൽപ്പിച്ചിരുന്നു. അതല്ലേ അതിനർത്ഥം? പറയൂ വയസ്സന്മാരെ, നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനത്തെ ഒരു കരിമ്പ് ഉണ്ടാവൂലേ? നാട്ടിലെ കാരന്മാർക്ക് വില കൽപ്പിച്ചിരുന്നില്ലേ? പള്ളിക്കാരന്മാർക്ക് വില കൽപ്പിച്ചിരുന്നില്ലേ? ആജിമാർക്ക് വില കൽപ്പിച്ചിരുന്നില്ലേ? സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും പഠിപ്പിച്ച ഉസ്താദന്മാർക്കും ഒരു വില കൽപ്പിച്ചിരുന്നില്ലേ? ഇന്നെങ്ങനെയാണ്? ഉസ്താദ് ഇങ്ങനെ പോവാണെങ്കിൽ സൈക്കിൾ ചവിട്ടി പോവാ, പെൺകുട്ടികൾ മദ്രസ പഠിപ്പിച്ച ഉസ്താദേ സൈക്കിൾ ചവിട്ടി പെൺകുട്ടികളെ പോവാണ്. അപ്പൊ ഞാൻ സൈക്കിൾ വിട്ടത് ഉസ്താദ് കാണട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ആ പെണ്ണിനെ സൈക്കിൾ വിട്ടാൻ പാടുണ്ടോ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇത്ര ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ തലയിൽ തട്ടിടാതെ സൈക്കിൾ വിട്ടാൻ പാടുണ്ടോ? അപ്പോൾ ഓൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പുറത്തൊരു വേഗം വെച്ചിട്ട് സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഉസ്താദിന് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് വാതിന് ചെന്നിട്ട് അവിടെ 2-3 ദിവസം താമസിച്ചപ്പോ സെക്രട്ടറി പ്രസിഡന്റും കമ്മിറ്റിക്കാർ 2-3 ആൾക്കാരുടെ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നമ്മൾ വൈകുന്നേരം അസറിന്റെ ദേശം ഒന്നും ഇങ്ങനെ നടക്കുക, അതൊരു രസമാണ്, എന്നാ പോവാ. ഞങ്ങളിങ്ങനെ നടന്നപ്പോ പെട്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു, നമുക്കിതാ ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് പോവാറ്. അതെന്താ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇത് വഴി കുറവാ? അല്ല, വഴി ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഇത് ഇടവഴിയാണ്, മറ്റേ നേരെ റോഡാ. ഇത്ര ഇടങ്ങാറായിക്കാണ് ഇതിലെ തിരിയണതെന്നാ പ്രത്യേകിച്ച് വല്ല കാഴ്ച സ്ഥലം ഉണ്ടാ പോണ വഴിക്ക്? അതുമില്ല. പിന്നെ എന്തിനാ ഇതിലെ തിരിയണത്? അതൊന്നും ഇപ്പം നിങ്ങൾ അങ്ങനെ കിടങ്ങാണ്ട് പോലെയാണ്. അപ്പൊ സെക്രട്ടറി പറഞ്ഞേ, അത് ഉസ്താദെ അങ്ങനെ ചോദിക്കുന്നതിന് പിന്നീട് ഒരു രഹസ്യമുണ്ട്. ആ പോണ വഴിക്ക് ഒരു മിനി ഗ്രൗണ്ട് ഉണ്ട്, ഷെഡിട്ട കുറച്ച് കുട്ടികൾ, ചെറുപ്പക്കാർ, നമ്മളെ നാട്ടിലെ മക്കളാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഐറ്റുകൾ പന്ത് കളിക്കുന്നുണ്ടാവും. നമ്മളെ അഭിമാനം കാത്ത ആളാ, മൂപ്പളം മല്ലാത്ത കാലല്ലേ. ദുനിയാവിന്റെ ആളുകളെ പേടിച്ച് ഖൈറിന്റെ അഹ്ലുകാരും ദീനിന്റെ ഉലമാക്കളും ദീനിന്റെ ആളുകളും വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നു. ദുനിയാവിന്റെ ആളുകളെ പേടിച്ചിട്ട് ഖൈറിന്റെ അഹ്ലുകാര് വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞത് എന്താണ്? ദീനിന്റെ ഉലമാന് വില കൽപ്പിച്ചപ്പോ ഈ തെമ്മാടികളെ വെച്ചുകൊണ്ട് റബ്ബ് വല്ല ശിക്ഷയും ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉലമാനെ പരിഗണിച്ചിട്ട് തെമ്മാടികൾ പോലും ശിക്ഷയിൽ നിന്ന് ഒഴിവായി. ഇപ്പോഴോ ഈ ഉലമാനെ പരിഗണിക്കാതെ തെമ്മാടികൾ തെറ്റ് ചെയ്തപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി വരുന്ന സമയത്ത് തെമ്മാടികൾ പോലും ശിക്ഷയിലകപ്പെട്ടു, ആലിമീങ്ങളും പെട്ടു. ഈ ഉലമാന് നാളെ ഈ തെറ്റിന്റെ പേരിൽ മരിക്കേണ്ടി വന്ന ഷഹീദിന്റെ കൂലി കിട്ടും ചെയ്യും. അവർക്ക് ഷഹീദിന്റെ കൂലിയ ഈ ശിക്ഷയിൽ മരിക്കേണ്ടി വന്നാൽ. ഇതല്ലേ എന്ന് നടക്കണത്? അതാണ് ഉലമാ ഇവിടെ ഉണ്ടായിട്ടും സയ്യിദന്മാരുണ്ടായിട്ടും നിങ്ങൾ പറയുമല്ലോ, ആലിമി ഷറഹുൽ ഖായിദിന്റെ അവസാന ഭാഗത്തൊക്കെ കാണാം, ഇദാ മറൽ ആലിമു ഫീ ഖറിയത്തിൻ, ഒരു പണ്ഡിതൻ ഒരു ഖറിയയിലേക്ക് ഇറങ്ങിയാൽ, ഒരു കുഗ്രാമത്തിലേക്ക് ഒരു ആലിമ് ഇറങ്ങിയാൽ അവിടത്തേക്ക് അള്ളാഹ് വരാൻ തീരുമാനിച്ച ലഅനത്തിനെ പിൻവലിക്കുന്ന, നമ്മൾ അഖീദന്റെ കിതാബുകളുടെ അവസാന ഭാഗത്തൊക്കെ പല സ്ഥലത്തൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു മുതഅല്ലിം ഒരു ഖബർസ്ഥാനിയിലേക്ക് പ്രവേശിച്ചാൽ ഏത് ഖബറിൽ ശിക്ഷ നടക്കുന്നോ ഉടൻ അതവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നാ. ആ മുതഅല്ലിം ഖബർസ്ഥാനിൽ നിന്ന് പോയിട്ട് ആ ഖബറിൽ ശിക്ഷ തേടാൻ പാടുള്ളൂ. ഇത്രയും വലിയ കൂട്ടരൊക്കെ നമ്മളെ കൂടെ ജീവിച്ചിട്ട് പിന്നെ എങ്ങനെ ഇപ്പൊ അള്ളാഹുവിന്റെ മുസീബത്ത് നമുക്ക് ഈ വന്നുപെടുന്നത്? എന്തുകൊണ്ട് ഈ ആഫത്ത് വരുന്നു? മൂല്യമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സയ്യിദന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അദാബ് എന്തുകൊണ്ട് വന്നു? ഈ ഉലമാന് വില കൽപ്പിക്കാത്തൊരു ടീം ഇവിടെ വളർന്നു വന്നു. അപ്പൊ അള്ളാഹു തആല ഈ ആലിമീങ്ങളെ പരിഗണിച്ചിട്ട് ശിക്ഷ ഇറക്കാതിരിക്കൂല. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഈ ഉലമാന് വില കൽപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് റബ്ബിന്റെ കാവൽ വന്നത് 313 എണ്ണത്തിലെ ലോക
ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു. ആരാ അപ്പുറത്ത് തോറ്റത്? അബൂജഹൽ, ഉത്ബത്ത്, വലീദ്, ഷൈബത്ത്, ഇതൊക്കെ അവരെ കൊമ്പന്മാരാ, നേതാക്കന്മാരാ. മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളെ ഞങ്ങൾക്ക് വലിച്ചു തന്നിരിക്കുന്നല്ലോ, വലിച്ചെറിഞ്ഞ് തന്നിരിക്കുന്നല്ലോ. മക്കയുടെ കരളിന്റെ കഷ്ണങ്ങൾ, മക്കന്റെ കരളുകളായി ഇവരൊക്കെ. ഹാർട്ടാണത്. അതൊക്കെയാണ് സഹാബത്തിന് മുമ്പ് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്തും റസൂലും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളൊന്ന് യുദ്ധം വിലയിരുത്താറ്. എങ്ങനെയുണ്ട് യുദ്ധം നമ്മളൊന്ന് വിലയിരുത്തുക, ആരൊക്കെ എന്തൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ SYSന്റെ യോഗമൊക്കെ കഴിഞ്ഞ് സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വിലയിരുത്തൽ നടക്കുമ്പോൾ പതാക ദിനത്തിൻ്റെ അന്ന് ഞാൻ കുറച്ച് ഇടങ്ങാറായി. ആ പോസ്റ്റുമേ കയറി മുട്ടിക്ക് നമ്മൾ പറയില്ലേ. ഹജ്ജിന് വളണ്ടിയർമാരായിട്ട് RSSന്റെ ICFന്റെ കുറേ ഗൾഫ് പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ അത് കഴിഞ്ഞിട്ടൊരു വിലയിരുത്തലുണ്ട്. അത് കേൾക്കണ വലിയ രസമാണ്. ഓരോരുത്തർ കേട്ട ചീത്തൻ്റെ കണക്കും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയാക്കുമ്പോഴും നിങ്ങൾക്കൊക്കെ AP ശമ്പളം തരില്ല, ഇതെന്താ ഞങ്ങൾ ആ ടെൻറ്റ് കൊണ്ടുപോയാക്കി തന്നാൽ ചോര പാവം കൗമന് വല്ലതും അറിയോ? സാധു മനുഷ്യൻ വല്ല മീനായിൽ തീപിടുത്തണ്ടായി. പണ്ട് അത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്താണ്, ചീത്ത പറയുമ്പോൾ ഒന്ന് ഓർത്തോ. പണ്ട് മീനായിൽ തീപിടുത്തണ്ടായി. എന്നേ തീപിടുത്തണ്ടായത്? നാളെ അറഫ ആവുമ്പോൾ ഇന്ന് യൗമു തെർവിയത്തിൻ്റെ ദിവസം മീനായിൽ എല്ലാവരും പോകും. അവിടുന്ന് ആ അറഫയ്ക്ക് കൊണ്ടുപോവുക. ഈ തെർവിയത്തിൻ്റെ ദിവസം നാളെ ഹജ്ജ. ഇഹ്റാം ചെയ്തെല്ലാവരും മീനായിലെത്തി. ഇന്ന് രാത്രി മുത്തവീഫിൻ്റെ ബസ് വന്നിട്ട് ഓരോരുത്തരെ അറഫയ്ക്ക് കൊണ്ടുപോവാണ്. നാളെ അറഫയാണ്, ലോക ജനസമ്മേളനം നടക്കുകയാണ്. അതാ കാണുന്നടാ തീയെന്ന് പറഞ്ഞപ്പോഴേക്ക് തീ വഴത്തി. കാരണം ഇത് തുണിത്തമ്പ. ഉച്ചക്ക് പൊരിഞ്ഞ് നിൽക്കണ മക്കത്തെ ആ ചൂടിൽ തീ സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് കരിഞ്ഞു, തമ്പ് മുഴുവൻ. പിന്നെ അവിടുത്തെ മനുഷ്യന്മാരെ ഹജ്ജിന്റെ കമ്പം കെട്ടിയില്ലേ. എല്ലാവരും മനസ്സിലും ബാപ്പ മരിച്ചു, പലരും മരിച്ചു, മയ്യത്ത് കാണാനില്ല. നേരം രാത്രിയായ അറഫയ്ക്ക് പോകും വേണം, ഹജ്ജ് കിട്ടണ്ടേ. ഇത് മയ്യത്ത് തരിയാൻ വേണ്ടി, ഹജ്ജ് കിട്ടുക വേണ്ടി ഇഹ്റാം ചെയ്ത് ഇതിലേക്ക് കടന്നു ചെയ്തില്ലേ. അമല് പൂർത്തിയാക്കൽ നിർബന്ധമുള്ളോ? അന്ന് കഥയൊന്നും പറയണ്ട. ഓരോരുത്തരും ഭക്ഷണം കരുതിപ്പോയാൽ സാധനമൊക്കെ നഷ്ടപ്പെട്ടു. ഉടുത്ത തുണിയല്ലാത്ത വേറെ ഒന്നുമില്ല, അതും കരിഞ്ഞോല് കുറേയുണ്ട്. മയ്യത്തെ തെരഞ്ഞ് നടന്നുകാണ്ട് തീ പിടിച്ചുകാണ്ട് കരിഞ്ഞ, ഉടുത്ത തുണി കരിഞ്ഞ, എഹ്റാമിൻ്റെ തുണി കരിഞ്ഞോലുണ്ട്. ഇങ്ങനത്തെ ഒരു രംഗം വല്ലാത്തൊരു രംഗമായിരുന്നു. ഈ തമ്പ് പിടിച്ച് കെട്ടി കയറിൻ്റെ അടി കൂടി ചാടിക്കടന്ന് വരെ കുറേ ആൾക്കാർ അങ്ങനെ വീണ് മരിച്ചു. തമ്പ് തട്ടി മുട്ടിയും വീണിട്ട് മരിച്ചു. എന്നിട്ട് ഒരൊറ്റ ഗ്രൂപ്പ്, ഗവൺമെൻറ്റും പ്രൈവറ്റ് ഗ്രൂപ്പും ഇവിടുന്ന് പോയ മനുഷ്യന്മാർക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും കുടുങ്ങി. അപ്പോഴാണ് ജിദ്ദ SYS ചെമ്പിൽ കഞ്ഞി വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പാക്ക് ചെയ്തിട്ട് മീനായിരം മുഴുവൻ ഹാജിമാർക്കും ഭക്ഷണം. പിറ്റേന്നും ദിവസം ഒരൊറ്റ സംഘടന SYS മാത്രം ഈ കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ട് ചീത്ത അങ്ങനെ പറയാ. ഏപ്പിസ്ഥാനെ ചീത്ത അങ്ങനെ പറയാം. അമ്മാതിരി മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. നമ്മളെ കൂട്ടത്തിൽ സൂലത പറഞ്ഞത് നമ്മളെ സംഘടനയിൽ അങ്ങനത്തെ മനുഷ്യണ്ടാവില്ല. ഇത് കുടിച്ചിട്ട് ഒരു ഗ്രൂപ്പിനൊന്നൊരു മുറുക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ മനുഷ്യന്മാർക്ക്. അന്ന് ജിദ്ദ SYS ജിദ്ദയിൽ വെച്ച് കഞ്ഞി, ചെമ്പിൽ കഞ്ഞിണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പാക്ക് ചെയ്തിട്ട് SYSന് അന്ന് അത്ര 45,000 റുപ്യ ഗ്രൂപ്പിന് വാങ്ങണത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മ, 45,000 റുപ്യ എങ്ങാണ്ടാണ് അന്ന് ഹജ്ജിന് വാങ്ങണത്. അതോ 65,000, അതിലപ്പുറമല്ല. 65,000 കൊടുത്തിട്ടാണ്, വെറുതെ അല്ല, പൈസ കൊടുത്തിട്ടായി വന്നിക്കണത്. നിങ്ങൾ എന്തിയാ മനസ്സിലാക്കിയത്? സ്ഥാനം ചീത്താരെ മത്താഫിലിട്ടിട്ടേ. ഈ മനുഷ്യന്മാർ പടച്ചോനെ സഹായം കിട്ടുമോ? ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടായാൽ പടച്ചോനെ സഹായം കിട്ടുമോ? അതാ നമ്മളെ ആൾക്കാരുടെ അവസ്ഥ, നമ്മളെ സ്ഥിതി അതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിലയിരുത്തുകയാണ്. ഞാൻ പതാക കെട്ടാൻ കുറേ ഇടങ്ങാറായി. അനൗൺസ്മെന്റ് പോയിട്ടാ ഞങ്ങൾ കുടുങ്ങിയത്. ഇങ്ങനെ ഓരോരുത്തർക്ക് പറയണ്ടാവും. എന്ന മാതിരി യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വിലയിരുത്തുമ്പോൾ ഒരു സഹാബി വന്നിട്ട് പറയണേ, മക്കത്തെ ആൾക്കാർ കൊല്ലാനായിട്ട് ഞങ്ങളെ മുന്നിലിട്ട് വന്ന് നിന്ന മാതിരി ഞാനങ്ങനെ വെട്ടുക, ഓലങ്ങനെ പറഞ്ഞു വെക്കുക. സഹാബി വിലയിരുത്തിയതാ. അല്ല അങ്ങനെ ആക്കി കൊടുത്തൊക്കെ വരല്ലേ. അപ്പൊ ആ സഹാബി പറയണേ, മക്കത്തെ ധൈര്യങ്ങൾ പോട്ടന്മാർ ഞങ്ങൾ മുന്നിലിങ്ങനെ വന്ന് നിൽക്കുക, ഒരു കൂസല ജാത ഇങ്ങനെ വിൽക്കുക, ഞാനങ്ങനെ വെട്ടുക, മൂപ്പരങ്ങനെ മറിഞ്ഞ് വീഴുക.
പൊട്ടന്മാര്. ആ സഹാബി പറഞ്ഞ വർത്താനാണ്. സൂഫാക്കള് അല്ലാഹു തആല ഈ കോലത്തിൽ അതാണ് വിജയിപ്പിച്ചു കൊടുത്തത്. അന്നം വെള്ളമില്ലാത്ത ആ സഹാബത്തിന് ഇങ്ങനെ വിജയിപ്പിച്ചു കൊടുത്തെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? എന്തിനാ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ബാളും കുന്തും പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി നിങ്ങൾ പറയും? എന്തിനാ അങ്ങനത്തെ ഒരു പാർട്ടി? നമുക്ക് അൽ ഉസാബ പോരെ, ബദരീങ്ങൾ പോരെ, ആ ബദരീങ്ങളിൽ നിന്നിട്ട് പ്രചോദനം കിട്ടിയ ആളുകൾ പോരെ നമുക്ക്? അതായിരുന്നു ഒരു കാലഘട്ടത്തിലെ വിജയം. 12 മുസ്ലിമീങ്ങൾ ഭാരതം അതേ ഉള്ളൂ അവരെ കയ്യിൽ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുമ്പിൽ പോയിട്ട് തന്റെ കുതിരയെ നിർത്തിയിട്ട് പറയാൻ, പടച്ചവനെ, ഈ സമുദ്രത്തിന്റെ മറുകരയിൽ ജനവാസമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. ജനവാസമുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ പതാക പറപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞിട്ട് ആ കുതിരയെ ആ വെള്ളത്തിന്റെ മുകളിലേക്ക് അങ്ങ് ഓടിച്ചു. ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി കുതിര വെള്ളത്തിലേക്ക് ആണ്ടുപോകാതെ ഓടി മറുകര പറ്റിയിട്ട് പരിശുദ്ധ ദീനിന്റെ പ്രവർത്തനം നടത്തി. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ സഹായം ഇത് അല്ലാഹു വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്നും നമുക്ക് തരും. അതിന് നമ്മൾ എന്താവണം? ബദരീങ്ങളെ പോലത്തെ പ്രവർത്തകരായി മാറണം. റബ്ബിന്റെ ദീന്, അള്ളാഹും റസൂലും അവന്റെ ദീനും, ഈ ചിന്തയാണോ നമുക്ക് ലോകം മുഴുവനും നമുക്കെതിരിൽ പ്രവർത്തിച്ചാലും നമ്മളെ തകർക്കാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അള്ളാഹിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കുന്ന ഒരു ഖൗമിനെ ഉണ്ടാക്കാനാണ് ഇപ്പൊ SYS പോലത്തെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലക്ഷ്യം അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ പ്രവർത്തകരുണ്ടാവുക, ദീനിന് പരിഗണന നൽകുന്നത്. അതുണ്ടായി കിട്ടിയാൽ മതി. അവിടെ അള്ളാഹുവിന്റെ സഹായം വരും. തോക്കും കുന്തും ബാളും ഒന്നും നമുക്ക് വേണ്ട. അതിൻ്റെ ആവശ്യമില്ല വിജയിക്കാൻ. മുസ്ലിം സമുദായത്തിന് നിലനിൽക്കാൻ അതിൻ്റെ ആവശ്യമില്ല. ഇതിനർത്ഥം തോക്ക് വേണ്ട, വാള് വേണ്ട, യുദ്ധം വേണ്ട എന്നൊന്നും അല്ല. മുഖ്യ ലക്ഷ്യം അതല്ല. അപ്പൊ ബദറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട പ്രവർത്തകരെ, നമുക്ക് വേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും പരിഗണിക്കുന്ന ഒരു ഉത്തമ സമൂഹം ഇവിടെ വളർന്നു വരലാണ്. അതാണ് ബദരീങ്ങളുടെ പിൻഗാമികൾ. അങ്ങനെ വന്നോ ലോകത്തിന്റെ മുഴുവനും എതിർപ്പ് നമുക്കൊരു പ്രശ്നവുമാക്കി എടുക്കേണ്ടതില്ല. മുസ്ലിം സമൂഹത്തിൽ വിജയിക്കാം. റഷ്യ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങളോട് യുദ്ധം നടത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങൾക്ക് തിരിച്ച് ഈ അടുത്ത കാലം എൻ്റെ അടുത്ത് ഇപ്പോഴും കാണാം, അതിൻ്റെയൊക്കെ പത്ര കട്ടിങ്സുകൾ കാണണം. അതൊക്കെ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഇപ്പോഴും കാണും. റഷ്യയിലെ അമുസ്ലിമീങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങൾക്കെതിരിൽ എഴുതുവിട്ട ബോംബ് അഫ്ഗാനിസ്ഥാനിൽ വന്നാൽ വീണാ പൊട്ടൂല. അതേ ബോംബ് അഫ്ഗാനിലെ മുസ്ലിമീങ്ങൾ എടുത്തിട്ട് റഷ്യയിലേക്ക് എറിഞ്ഞാൽ അത് ഭീമമായ ആക്രമണങ്ങൾ വരുത്തുകയും ചെയ്യും. പൊട്ടും. ആ ബോംബ് ഇവിടെ പൊട്ടൂല. അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങൾ മലയിടുക്കുകളിൽ കയറിയിട്ട് ഇവർ എറിഞ്ഞ ബോംബ് പൊട്ടൂല. ഈ ബോംബ് എടുത്തിട്ട് റഷ്യക്ക് എറിഞ്ഞാൽ പൊട്ടും. 10-20 കൊല്ലം മുമ്പ് നടന്നതാ. ഒരു 30 കൊല്ലത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. അത് അനുഭവിച്ച ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്നും ജീവിച്ച ഈ സദസ്സിൽ തന്നെ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അതിലൊക്കെ സാക്ഷികളായ മനുഷ്യന്മാർ ആ റിപ്പോർട്ടുകൾ പത്രത്തിൽ വായിക്കാൻ. അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങളുടെ ആയുധം എന്തായിരുന്നു? ചരൽക്കല്ലുകൾ വാരിയിട്ട് മന്ത്രി ചൂതിയിട്ട് റഷ്യക്കെതിരിൽ എറിഞ്ഞാൽ റഷ്യൻ പട്ടാളത്തിൽപ്പെട്ട 10,000-ങ്ങളാണ് ഈ ചരൽക്കല്ല് എന്ന് വീണിട്ട് ബോംബ് പൊട്ടും പോലെ സ്ഫോടനമുണ്ടാക്കിയിട്ട് മരിച്ചത്. വെറുതെ അങ്ങോട്ട് പറയല്ല ബദരീങ്ങളെ പോലെ ആകണമെന്ന്. ആകും, കിട്ടും. കിട്ടിയ അനുഭവം റഷ്യയുമായി അഫ്ഗാൻ നടത്തിയ യുദ്ധത്തിൽ നടന്നിട്ടുണ്ട് 30 കൊല്ലത്തിനുള്ളിൽ. ഇതന്നെ നമുക്കൊന്നും ആവശ്യം. കല്ല് മന്ത്രി ചോദ്യം എറിഞ്ഞാൽ ബോംബ് പൊട്ടും പോലെ പൊട്ടുന്ന ഒരു സമൂഹവും ഒരു ഊത്തും ഒരു കയ്യും നമുക്ക് വേണം. അത്രേ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണോ നിന്റെ ബോംബ്? അതിനേക്കാളും വലിയ കല്ല് പോലെ നമുക്ക്. റഷ്യന്റെ ബോംബ് ഇവിടെ വന്ന് വീണിട്ട് പൊട്ടുകയും ചെയ്യാം. അതേ ബോംബ് അഫ്ഗാൻകാരെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞാൽ പൊട്ടുകയും ചെയ്യാം. ഇത് പഠിച്ചവരെ സഹായമല്ലേ? ഇതുപോലെ നമുക്ക് ആരെ മുമ്പിൽ നമ്മൾ ഭീകരവാദികളല്ലല്ലോ, നമ്മൾ കുഴപ്പക്കാരല്ലല്ലോ. ഇതിനെന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? വിശുദ്ധ റമളാനിന്റെ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ആ ബദരീങ്ങൾ എങ്ങനെ ഇവിടെ ജീവിച്ചു പോയോ, അവരെന്ത് കൈമുതലാക്കിയോ, അവരെന്ത് പാഠമാക്കിയോ, അവരെന്ത് മാതൃകയാക്കിയോ, ആ മാതൃകയും ആ പാഠവും ഉൾക്കൊണ്ടിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയും വളർത്തിയെടുക്കുകയും അതിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ ഊർജം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ
നാളെ ബദരീങ്ങളെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. മാത്രമല്ല ബദരീങ്ങൾ അംഗീകരിക്കുന്നതും ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ ബദരീങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. മറ്റുള്ളവരൊക്കെ ബദരീങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. ബദരീങ്ങൾ പ്ലാഗ് പിടിച്ച് മരിച്ചു എന്ന് പറയുന്നവരാ. അതേ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മൾ മാത്രമുള്ളൂ ദീനിനു വേണ്ടി ഇത്രയും സേവനം ചെയ്ത അള്ളാഹു ഇവർക്ക് എന്താ കൊടുത്ത പദവി? നിങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്തോളീ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബി ഒരു കൊടും ക്രൂരത ചെയ്തു, രാജ്യദ്രോഹ കുറ്റം. ഹാത്തബ് ഇബ്നു അബീ ബൽതാഅത്ത് എന്ന് പറയുന്ന ഒരു സഹാബി, തൻ്റെ കുടുംബങ്ങൾ മക്കത്തുണ്ട്. മദീനയിൽ നിന്ന് അള്ളാന്റെ റസൂലും സഹാബത്തും ഫത്ഹ് മക്കയുമായി മക്കത്തേക്ക് വരുന്നുണ്ടെന്ന് ന്യൂസ് രഹസ്യമായി ചോർത്തി കൊടുത്തു. ഞങ്ങളാണ് മക്കത്തേക്ക് വരുന്നുണ്ട്, ഒഴിഞ്ഞാളി മാറിക്കാളി, ആ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു യുദ്ധസന്നാഹവും കോപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് അള്ളാന്റെ റസൂലും സഹാബത്തും മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി മക്കത്തേക്ക് മക്കം ഫത്ഹ് ഉണ്ടായ മക്ക റിപ്പബ്ലിക്കായ സംഗതിക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരം സ്വകാര്യത്തിൽ ഹാത്തബ് ഇബ്നു അബീ ബൽതാഅത്ത് മദീനത്തേക്ക് വിവരം, മക്കത്തേക്ക് വിവരം കൊടുത്തു. ഒരു കത്ത് എഴുതിയിട്ട് ഒരു പെണ്ണിൻ്റെ കൈ കൊടുത്തിട്ട് മക്കത്തേക്ക് പറഞ്ഞയച്ചു. ഉടനെ അള്ളാന്റെ റസൂലിന്റെ വിവരം കിട്ടി. ഇത് ഭയങ്കര ഒരു സംഭവമല്ലേ, മക്കക്കാരെല്ലാം കൂടി എന്താക്കും? ആണ് ചെല്ലാൻ പറ്റുമോ? ഇവിടെ റസൂലുള്ളാഹി സഹാബത്ത് എടുത്തൊരു രഹസ്യ തീരുമാനമാണ്. മഹാരാജ്യദ്രോഹ കുറ്റല്ലേ ചെയ്തത്? അള്ളാന്റെ റസൂൽ ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെയും വേറെ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി പോണം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി പോണം. നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു എഴുത്ത് പെടുന്ന് പോയിട്ടുണ്ട്, അത് നിങ്ങൾ വഴിയിൽ വെച്ചിട്ട് പിടികൂടണം. ഇവർ പിന്നാലെ വിട്ടു. സംഗതി വളരെ ഗുരുതരമാണ്. പിന്നാലെ വിട്ടപ്പോൾ ഒരു തോട്ടത്തിൽ വെച്ചിട്ട് ഈ പെണ്ണിനെ കണ്ടുമുട്ടി. പെണ്ണിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്, അത് ഞങ്ങൾക്ക് തരണം. എൻ്റെ കയ്യിൽ അങ്ങനെ കത്തൊന്നുമില്ല, അത് പറ്റൂല, നിന്റെ കയ്യിൽ എടുക്കണം. ഈ പെണ്ണ് എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല. അവസാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ വസ്ത്രം കഴിക്കുന്നു, അങ്ങനെ ഉടുത്തത് കഴിച്ചു എന്ന് പറഞ്ഞു. ജാഹിലിയത്തായ ആ പെണ്ണിനും, ഞാൻ പറഞ്ഞല്ലോ കള്ളുകുടി മാന്യന്മാർക്ക് പറ്റിയ പണിയില്ല എന്നും പണ്ട് ചിന്തിക്കുന്ന കുറേ ടീമുണ്ടായിരുന്നു. നല്ല ചില മനുഷ്യന്മാർ പണ്ടുണ്ടായിരുന്നു. അവരുടെ നല്ല ചില സ്വഭാവങ്ങൾ ഇസ്ലാം സമ്മതിക്കുക. ഈ എന്താണ് പറയുക, ഒരു ഹാത്തമുത്തായി ഉണ്ടല്ലോ, ഹാത്തമുത്തായി അയാൾ മുസ്ലിം അല്ല, പക്ഷെ ഹാത്തമുത്തായി കാഫിറ, എങ്കിലും അയാളുടെ ധർമ്മത്തെ ഇസ്ലാം നല്ല സന്തോഷിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാത്തമുത്തായിനെ പരിഗണിച്ചിട്ട് ഹാത്തമുത്തായിൻ്റെ ഒരു മകളെ സ്വഹാബത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അള്ളാന്റെ റസൂൽ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോണ സമയത്ത് ഈ പെണ്ണ് പറയണം, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ആരാന്ന് പോയി പറയും, നിങ്ങളെ നേതാവിനോട് പോയി പറയും ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളെ നേതാവ് എന്നെ പറ്റി എടുക്കണ തീരുമാനം എന്നോട് വന്നിട്ട് പറയും. അങ്ങനെ ഹാത്തമുത്തായിൻ്റെ ഈ പെണ്ണ് സഹാബത്ത് റസൂലുള്ളാഹിയോട് ചെന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണ് നിങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തോന്നി, ഈ ആരാന്ന് വെച്ചു. ഞാൻ ഹാത്തമിന്റെ മോളാണല്ലോ. കാന അബൂക്കി മുസ്ലിമൻ, എൻ്റെ വാപ്പ മുസ്ലിമായിരുന്നെങ്കിൽ ഇന്ന് എന്നെ അംഗീകരിക്കുകയും ഞാൻ വലിയ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അത്ര നല്ല മനുഷ്യനല്ലേ അയാൾ, ഭയങ്കര ധർമ്മിഷ്ഠനല്ലേ. കെട്ടഴിച്ചു വിടൂ ഈ പെണ്ണിനെ കെട്ടഴിച്ചു വിടൂ. ഇസ്ലാമിയത്തിന്റെ പുറത്തുള്ള ഒരു മനുഷ്യരിൽ നിന്നും സുഹൃതം കണ്ടപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച ആളാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് കാരണം ഈ പെണ്ണിനെ കെട്ടഴിച്ചു വിട്ട കാരണം ഹാത്തമുത്തായിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിൽ വന്നു എന്നാണ്. ഇസ്ലാമിന്റെ പുറത്തുള്ള ചില സംസ്കാരങ്ങളെയും ഇസ്ലാം എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും, നല്ലതായി പരിഗണിക്കും. അങ്ങനെ ചില മനുഷ്യന്മാരും അക്കാലത്തുണ്ടായിരുന്നു. കള്ളുകുടിയെ ഇഷ്ടപ്പെടാത്ത ആളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയുടെ വാപ്പ ദൂരദിക്കുകളിൽ പോയിട്ട് കള്ളുകുടിക്കെതിരിൽ പ്രസംഗിക്കുമായിരുന്നു. അതിലൊരു പുരോഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടാവും, വേഗം പൊയ്ക്കോ, ആ പ്രവാചകനെ കൊണ്ട് അംഗീകരിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് വെച്ചിട്ട് ശത്രുക്കൾ കൊന്ന ഒരു കഥ ഞാൻ ഇന്നലെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ചില മനുഷ്യന്മാരുടെ പോലോടും തുണി അയച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ ബേജാറായി. ആ പെണ്ണിന് പറഞ്ഞു, എൻ്റെ അവിറത്ത് കാണൂലേ. ഇന്നത്തെ മനുഷ്യന്മാരെ കാട്ടി തിരക്കടില്ലേ, ഇന്നത്തെ മനുഷ്യന്മാരെ കാട്ടി മെച്ചം തന്നെയാണ്. എന്ത് ജാഹിലിയത്ത് നമ്മൾ പറഞ്ഞാലും തുണി അയച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറവായില്ലേ, ലജ്ജായില്ലേ. ഇന്നത്തെ മനുഷ്യന്മാരോട് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? നജ്ജാണ് കഴിച്ചോറി, നമ്മൾ വഷളാകല്ലാതെ. അപ്പൊ ഈ പെണ്ണിനോട് പറഞ്ഞാൽ എൻ്റെ തുണി അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ് എൻ്റെ മുടിക്കെട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ട്.
മുടി ചുരുട്ടിയിട്ട് പെരടിയിൽ കെട്ടാക്കി വെച്ച കെട്ടിൻ്റെ ഉള്ളിലാ ഈ പേപ്പർ തിരികിയത്, പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടാതിരിക്കാൻ. ആ മുടിക്കെട്ടഴിച്ച് അതിൽ നിന്ന് ഈ കടലാസ് എടുത്തപ്പോൾ മിൻ ഹത്തം ഇബ്നു അബീ ബൽതഅത ഇലാ കുഫാരി ഖുറൈശ്. എന്താണ് കത്ത്? ആരാ എഴുതിയത്? ഹത്തം ഇബ്നു അബീ. ഈ എഴുത്തും കൊണ്ട് തിരിച്ച് മദീനത്ത് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നു. ഈ എഴുത്തിനെ കുറിച്ച് ഹാത്തമനെ ചോദ്യം ചെയ്തു. ഹാത്തമേ, എന്താണ് ഇതിങ്ങോട്ട് കേട്ടപാട് റളിയല്ലാഹു അൻഹു അല്ലേ ബോളും കൊണ്ട് എടുത്തിട്ട് ഇപ്പം ശരിയാക്കും ഞാൻ. ഉമറേ മിണ്ടരുത്. ഹാത്തമാരാന്നറിയുമോ? ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, മിണ്ടിപ്പോകരുത്. അള്ള നേരിട്ട് ഇറങ്ങി വന്നിട്ട് ബദരീങ്ങളെ നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോളീ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലേ? എന്ന് പറഞ്ഞാൽ എന്ത് സബബുൽ ചെയ്യാം എന്നല്ല. അല്ലാഹു അത്തരം മഹാദുരന്തങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുന്ന പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അത്രത്തോളം പരിശുദ്ധത അല്ലാഹു തആല അവർക്ക് കൊടുത്തിരിക്കുന്നു. കാരണം ഈ ദീനിനെ സഹായിക്കാൻ ആരുമില്ലാത്ത കാലത്ത് മക്കളെ വിട്ട്, ഭാര്യനെ വിട്ട്, കുടുംബത്തെ വിട്ട്, സമ്പത്ത് വിട്ട്, എല്ലാം വിട്ടിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തടി എറിഞ്ഞു കൊടുക്കാൻ മുന്നിൽ കാണുന്ന ശത്രുക്കൾ സർവസന്നാഹമാണെങ്കിലും സർവായുധരാണെങ്കിലും അവരെ മുമ്പിലേക്ക് ശരീരം എറിഞ്ഞു കൊടുത്തിട്ട് മരിക്കാൻ തയ്യാറായ ഒരു ടീം ലോക ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ഖൗമിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് വലിയ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മിണ്ടാതെ നിന്നോ, മിണ്ടാതെ നിന്നോ. റളിയല്ലാഹു അടങ്ങി. ഇത്ര വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടും ആ മനുഷ്യനെ ശിക്ഷിച്ചില്ല. ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഇത് അല്ലാഹു കൊടുത്ത പവറാ. അതിനെ നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ? ഒരു വലിയനും വിലായത്ത് കിട്ടൂല ഔലിയാക്കന്മാർ ബദരീങ്ങളെ പേര് പറയാതെ എന്നാണ്. ബദരീങ്ങളെ പേര് ഉച്ചരിക്കാതെ ഒരു വലിയനും വിലായത്ത് കിട്ടൂല എന്ന്. അപ്പോൾ അവരെ പേര് ചൊല്ലിപ്പറയാൻ തന്നെ എത്ര പുണ്യമാണ്. അവരെ പേര് എഴുതി കെട്ടി ചുമക്കുന്നത് എത്ര പുണ്യമാണ്. അവരുടെ പേര് എഴുതി ചുമന്ന് വെച്ച വീട്ടിലേക്ക് കള്ളന്മാരും ശൈത്താനും കയറൂല. അതിനൊക്കെ ഒരുപാട് ബദരിയത്തിൻ്റെ ഹാഷ്യകളും ഷറഹുകളും എഴുതിയത്. ബദരിയത്തിൽ വെയ്ത്തുണ്ടാക്കിയ എത്ര നൂറുകണക്കിന് പണ്ഡിതന്മാരുണ്ട്. ബദരീങ്ങളെ പറ്റി പലതരത്തിൽ പാട്ടുണ്ടാക്കിയവർ, അത് പാടിക്കൊണ്ട് പുണ്യം നേടുന്നവർ. ആ കൂട്ടത്തിൽ നമ്മൾ പഠനം, അവരെ ബഹുമാനങ്ങളും. അവരൊക്കെ ഏതോ കാര്യത്ത് മരിച്ചു പോയില്ല. ഇനിയിപ്പോൾ അവരെ വിളിച്ചിട്ട് എന്താ കാര്യം? ഏതോ കാര്യത്ത് മരിച്ചു പോയില്ലേ? അത് മരിച്ചു പോയാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളത് ഈ ബിദ്അത്തുകാർ പറഞ്ഞുണ്ടാക്കിയതാണ്. ബിദ്അത്തുകാർ പറഞ്ഞുണ്ടാക്കി മരിച്ചു പോയാൽ ഒന്നുമില്ല, മരണപ്പെട്ടു പോയി, ഇനി ഒന്നുമില്ല എന്ന വിശ്വാസം മുസൽമാൻ്റെ വിശ്വാസമല്ല. അത് മുസ്ലിമിൻ്റെ വിശ്വാസമല്ല. ഖബറിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കേട്ട ചരിത്രം എത്രയെത്ര കാണാം കിതാബുകളിൽ, എത്ര കാണാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഷരീഫിൻ്റെ മുകളിലുള്ള പച്ച ഖുബ്ബത്തുൽ ഖദ്റാ ഇല്ലേ? ആ ഖുബ്ബത്തുൽ ഖദ്റാഇനൊരു ദ്വാരമുണ്ട്. നിങ്ങൾ ആ ഖുബ്ബത്തുൽ ഖദ്റാഇൻ്റെ ഓട്ട പരിശോധിച്ച് നോക്കി, ആ ഖുബ്ബ പരിശോധിച്ച് നോക്കി, ആ ഖുബ്ബയുടെ മുകളിൽ ഒരു ദ്വാരം കാണും. ഈ ദ്വാരത്തെക്കുറിച്ച് നമ്മുടെ ഉലമാ കിതാബുകളിൽ എഴുതി വെച്ചതിൻ്റെ പുറമെ ഇബ്നു തീമിയ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ തൻ്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓട്ട എങ്ങനെ വന്നു. ആയിഷ ബീവിൻ്റെ വീട്ടിലാ മറവ് ചെയ്തത്. തങ്ങളെ വഫാത്തിന് ശേഷം അംബിയാ എവിടെ മരിച്ചോ അവിടെ മറവ് ചെയ്യണം. ആയിഷ ബീവിൻ്റെ വീട്ടിൽ മറവ് ചെയ്തു. അതിന് മുകളിൽ മച്ചുണ്ട്. ഈ മച്ചിന് ഒരു ദ്വാരം ആയിഷ ബീവിൻ്റെ സമ്മതത്തോടെ സ്വഹാബത്ത് സ്ഥാപിച്ചു. എന്തിന്? മഴക്ക് ആവശ്യം വരുന്ന സമയത്ത് പടച്ചവനെ ഈ പുന്നാര നബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമേ എന്ന് ദ്വാരക്കും. ഈ ഓട്ട ഒരു തുണി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ തുണി അവിടെ നിന്ന് എടുത്താൽ ഞങ്ങൾക്ക് മഴ വേണം, തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മഴ പെയ്യും. മഴ മതി എന്ന് തോന്നുമ്പോൾ ഈ തുണി കൊണ്ട് ആ ദ്വാരം അടച്ചു വെച്ചാൽ മഴ നിൽക്കും. ഇത് ഇബ്നു തീമിയ രേഖപ്പെടുത്തിയതായി ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീമിൽ. ആരാധനുണ്ടാക്കിയത്? സ്വഹാബത്ത്. ആയിഷ ബീവിൻ്റെ വീട്ടിൽ ആയിഷ ബീവിൻ്റെ സമ്മതത്തോടു കൂടി സ്വഹാബത്ത് സ്ഥാപിച്ചതാ. ഈ വീടിന് മുകളിൽ ഒരു ഖുബ്ബത്തുൽ ബൈളാ വന്നു പിൽക്കാലത്ത്. അപ്പൊ ഈ ദ്വാരം ആ ഖുബ്ബത്ത്, ഈ ആയിഷ ബീവിൻ്റെ മച്ചിന്റെ മുകളിലുള്ള ഈ ദ്വാരം ഖുബ്ബത്തുൽ ബൈളാ എന്ന് സ്ഥാപിച്ചു. ഇപ്പോൾ ആ ഖുബ്ബത്തുൽ ബൈളാന്റെ മുകളിൽ ഒരു ഖുബ്ബത്തുൽ ഖദ്റാ ഉണ്ട്. ഇപ്പൊ കാണുന്ന പച്ച ഖുബ്ബക്ക് നേരെ താഴെ അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത ഖുബ്ബുണ്ട്. അതിൻ്റെയും ഉള്ളിലാണ് ഖബർ ഷരീഫ് ഉള്ളത്. അപ്പോൾ ഈ പച്ച ഖുബ്ബക്കും ഇതേ നേരെ പോയിന്റിൽ ഒരു ദ്വാരമുണ്ടാക്കി. ഇപ്പൊ സൂര്യൻ ആ ദ്വാരത്തിന്റെ നേരെ എത്തുമ്പോൾ വെളിച്ചം ഖബറുമ തട്ടും. അങ്ങനെ കൃത്യമാണ് ആ ദ്വാരം. അപ്പൊ
പച്ചക്കുബ്ബക്കൊരു ദ്വാരം, അതിൻ്റെ താഴെ വെള്ളക്കുബ്ബക്കൊരു ദ്വാരം, അതിൻ്റെ താഴെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന് നേരെയാണ് ആ കുബ്ബ, ആ ദ്വാരമുള്ളത്. ഇത് സ്വഹാബത്ത് സ്ഥാപിച്ചതാണെന്ന് ഇബ്നു തൈമിയ പറഞ്ഞതാ. നമ്മളെ ഉസ്താദന്മാരാരെങ്കിലും സുന്നി വോയിസിൽ എഴുതിയത് അതിന് വില കൽപ്പിക്കൂല. അതേ സമയത്ത് ഇത് ഇബ്നു തൈമിയ എഴുതിയതാ. കിതാബിൽ എത്രയോ ഡസൻ കണക്കിന് കിതാബിൻ്റെ ഇബാറത്ത് ഞാൻ വായിച്ചു തരാം. എന്നിട്ട് ഇബ്നു തൈമിയ പറയാണ്, ഇങ്ങനെ മഴ ചോദിക്കാൻ എന്താ തെളിവ്? അതിനാ തെളിവ്. അല്ലാഹു റസൂൽ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ ഈ കുട്ടിനെ എടുത്തിട്ട് കഅബത്തങ്ങ് കൊണ്ടുപോയിട്ട് ഒരു പദ്യം ചൊല്ലാറുണ്ട്. മഴ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്, മഴ കിട്ടാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പിൽക്കാലത്ത് മദീനത്ത് ചെന്നപ്പോൾ എൻ്റെ വല്യാപ്പ അങ്ങനെ ഒരു കാലത്ത് ചെയ്തിരുന്നല്ലോ മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്ന് വല്യാപ്പ ചെല്ലിയ പാട്ട് പാടാൻ അറിയോ എന്ന് ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം. അന്ന് അലി റളിയല്ലാഹു അൻഹു ഇല്ല. പിന്നെ എങ്ങനെ? ഞാൻ എൻ്റെ വാപ്പയിൽ നിന്ന് പഠിച്ചതാണ്, അബൂ ത്വാലിബിൽ നിന്ന് പഠിച്ചതാണ്. എന്നാ ഒന്ന് പാടിക്കേ, കേൾക്കട്ടെ. അലിയാർ പാടി, വ അബ്യാളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലൽ യതാമാ ഇസ്മതൽ ലിൽ അറാമിലി. ഇതാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പാടിയത്. വ അബ്യാളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി. മാരിയത്തു സ്വലാത്ത് ചൊല്ലിക്കാണി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم. ويستسقى الغمام بوجهه الكريم. നാരിയത്തു സ്വലാത്തിലെ ഓരോ പദങ്ങളും ഹദീസിന്റെ വിവിധ റിവായത്തുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു ഈ ഇരിക്കുന്ന അബ്ദുൽ ഉസ്താദിന്റെ പകുതിയിൽ പോലും ഇല്ലാത്ത ഞാൻ വിവരിച്ചു തരാം. ഓരോ പദങ്ങളും ഹദീസ് കൊണ്ട് ഞാൻ സ്ഥാപിച്ചു തരാം. നാരിയത്തു സ്വലാത്തിന്റെ ഓരോ പദങ്ങളും. തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. ഒരു ദിവസം, ഒരു 2-3 ദിവസം ആ ഒരൊറ്റ നാരിയത്തു സ്വലാത്തെ ഹദീസും ചരിത്രവും വെച്ച് ഞാൻ അത് പറഞ്ഞുതരാം. ഒരു വേദി ഒരുക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാനല്ലേ റബീഉൽ അവ്വൽ വരട്ടെ. ഒരു പക്ഷേ നമുക്ക് ഇവിടെ തന്നെ പറയണം. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഒരു 12 ദിവസം നാരിയത്തു സ്വലാത്തിന്റെ പദങ്ങൾ മാത്രം ആയിപ്പെട്ട നമ്മൾ ചൊല്ലണ പദമാണ്. അതാ ഹദീസിൽ വരുന്നു. ഇതങ്ങ് ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി അങ്ങ് സന്തോഷിച്ചു. അത് സ്ഥിരപ്പെട്ടു. ഇമാം ബുഖാരി അതെടുത്ത് സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. ഇപ്പൊ സഹീഹുൽ ബുഖാരിയിൽ അതുണ്ട്. ഇതാ ഇബ്നു തൈമിയ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വഫാത്തായി പോയ റസൂലുള്ളാഹി, വഫാത്തായി പോയ റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയ ഗുണമല്ലേ. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് മദീനത്തെ പള്ളി അടിച്ചു വാരിയുന്നൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് മരണപ്പെട്ടു പോയി. റസൂൽ അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചു, എവിടെ പോയി? ഉമ്മു മിഹിജൻ എവിടെ പോയി? വഫാത്തായി പോയി നബിയെ, പെണ്ണ് മരിച്ചുപോയി. എവിടെയാ ഖബർ? ആ പെണ്ണിന്റെ ഖബർ എവിടെ? ആ ഖബറിൽ ചെന്നു. അള്ളാഹു റസൂൽ നിസ്കരിച്ചു. ഖബറിൽ വെച്ചിട്ടുള്ള നിസ്കാരം നിർവഹിച്ചു. മയ്യിത്ത് നിസ്കാരം 3 തരത്തിലാണ്. ഒന്ന് മയ്യിത്തിന്റെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുക, 2 ഗായിബായ മയ്യിത്തിന്റെ വേറെ എവിടെയെങ്കിലും മഹല്ലത്തിൽ വെച്ച് നിസ്കരിക്കുക, 3-മത്തത് ഖബറും പുറത്ത് വെച്ച് നിസ്കരിക്കുക. അതിനൊരു ടൈമും സമയമൊക്കെ ഉണ്ട്. ആ ഖബറിന്റെ മുകളിൽ വെച്ചിട്ട് മയ്യിത്ത് നിസ്കാരം. നമ്മൾ വന്നപ്പോഴേക്കും മയ്യിത്ത് എടുത്തു. മയ്യിത്ത് മറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട. ആ മയ്യിത്ത് മറവ് ചെയ്ത ആൾക്കാർ പോയതിന് ശേഷം അവിടെ നിന്നിട്ട് നിസ്കരിച്ചാൽ മതി. ആ ചെരുപ്പ് ഊരിട്ടിട്ട് അതിന്റെ മുകളിൽ നിൽക്കണമെന്ന് മാത്രം. എന്നിട്ട് വിലാക്കും മുന്നിട്ടിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ നിസ്കരിക്കും പോലെ നിസ്കരിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് ചോദിച്ചു, അല്ലയോ ഉമ്മു മിഹിജനെ, അയ്യുൽ അമലി വജത്തി അഫ്ളല, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമലായിട്ട് നിനക്ക് എന്താണ് ഇപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞത്? ഖബറിൽ ഏറ്റവും വലിയ കൂലി കിട്ടിയ അമലെന്താ? നിനക്കെന്താ കിട്ടിയത് ചോദിച്ചപ്പോ ആ പെണ്ണ് റസൂലുള്ളാഹിക്ക് മറുപടി കൊടുത്തു എന്നാണ് റിവായത്ത്. ഖുമ്മുൽ മസ്ജിദി യാ റസൂലല്ലാഹ്, പള്ളി അടിച്ചു വാരുന്ന പണിയാണ് നബിയേ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. ഹാഫിൾ ഇബ്നു അബി ദുനിയ തന്റെ കിതാബുൽ മനാമാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനവധി കിതാബുകളിൽ ഈ സംഭവം, ഹദീസിന്റെ അനവധി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വഫാത്തായിട്ട് മറവ് ചെയ്തിട്ട് 1 കൊല്ലം പൂർത്തിയാകുന്ന അന്ന് സ്വഹാബത്ത് സ്വപ്നം കണ്ടു. ധാരാളം സ്വഹാബത്ത് സ്വപ്നം കണ്ടു. കണ്ടപ്പോ എന്താ രംഗെന്നറിയോ? നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വടിച്ചിട്ട് അതിങ്ങനെ മുടിച്ച് കളയാണ്. അങ്ങനെ നമ്മളുണ്ടല്ലോ, ഒരു വിഷയത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രസംഗം കഴിഞ്ഞാൽ ഇരുന്നപ്പോ അങ്ങനെ ഒരു വിശ്രമം. ഇത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ഹാലുക യാ ഉമർ, എന്താ ഉമറെ അവസ്ഥ? മരിച്ച ഒരാളെ സ്വപ്നം കണ്ടിട്ട് ആ മയ്യിത്ത്, മരിച്ചു പോയ ഒരാൾ നമ്മളോട് സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് സത്യമാണ്.
ലിഅന്നഹു ഫീ ആലമിസ് സുദ്ഖി. ഓപ്പ സത്യത്തിന്റെ ലോകത്തുള്ളത് ഓഞ്ഞി പൊള്ളേറിയില്ല, അവിടെ സത്യം മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, അത് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു, കൈഫ ഹാലുക യാ ഉമർ, ഉമറേ എന്താ എൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇപ്പോൾ ഒരു മുസീബത്ത് നിന്ന് കഴിച്ചതായിട്ടുള്ളൂ പറഞ്ഞു. ഇതുവരെ ആ മുങ്കർ നക്കീർ എന്നെ ചോദ്യം ചെയ്യാനെ എന്ന് പറഞ്ഞു, ഒരു കൊല്ലം. ഉമർ റളിയല്ലാഹുവിനെ ഒരു പേടിയും ഉമറിനില്ല. മുങ്കർ നക്കീർ വരുമ്പോൾ തന്നെ പറഞ്ഞത് ഉമറാണ്, കരുതി ചോദിച്ചാൽ മതി, ചോദ്യം തെറ്റിയാ തല്ലിട്ടോ എന്ന് പറഞ്ഞു കണ്ട അവർ വരുന്നത് തന്നെ. അങ്ങനെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് മലക്കുകൾ എല്ലാവരുടെ അടുത്ത് എല്ലാവരെയും പേടിപ്പിച്ചാനൊന്നും മലക്കുകൾ കഴിയൂല. മലക്കുകൾ വന്ന ആലിമീങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ആലിമീങ്ങൾ തിരിച്ചു ചോദിക്കുന്ന മൻ അർസലക്കുമാ ഇലയ്യ ഒമൻ വക്കലക്കുമാ ഇലയ്യ, ആരാങ്ങളങ്ങോട്ട് വിട്ടത്, എന്നെ ചോദ്യം ചെയ്യാൻ ആരാടോ നിങ്ങളെ ഏൽപ്പിച്ചത്? വലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഖിയാർ, ഏറ്റവും അതിശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർക്കല്ലാതെ പറയാൻ കഴിയില്ല. നിങ്ങൾ എന്തേ മനസ്സിലാക്കി? ഖബർ കണ്ടെത്തിയാൽ ഒക്കെ കഴിഞ്ഞു എന്നാ. ബൽക്കാർക്കൊക്കെ മണ്ണിന്റെ ഒട്ട് കണ്ടെത്തിയാലും ഒക്കെ നടുകൊണ്ടേ കുഴിച്ചിടലും മാത്രമേ ഉള്ളൂ എന്നാ. വലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഖിയാർ, ആലിമീങ്ങൾ ഖബർ ചെന്നാൽ അതിന്റെ വിവരം അറിയും. മുങ്കർ നക്കീറിന് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞാലോ, നിങ്ങൾ ഇങ്ങനെ തന്നെ എല്ലാവരും ചോദ്യം ചെയ്യാൻ വരല്, ഉമ്മാതിരി തുണിങ്കുപ്പായിട്ട് എടുത്തുകൊണ്ട് എല്ലാ തുണിങ്കുപ്പായിട്ട് എടുത്ത് വന്നോളേണ്ടി കയറും. അങ്ങനെ ഉമർ റളിയല്ലാഹു ഉലമാനെ ഞങ്ങൾ ആലിമീങ്ങളുടെ അടുക്കലേക്ക് നല്ല വസ്ത്രം ധരിച്ച് പൊയ്ക്കോളാന്ന് കരാർ ചെയ്തു. ഇതൊക്കെ മരിച്ചതിന് ശേഷമുള്ള പണിയാണ്. ഒരു അതിനായിട്ട് കിതാബ് തന്നെ ഉണ്ട്. മരിച്ചതിന്റെ ശേഷമുള്ള പറയും, അതല്ലേ ജീവിതം തുടങ്ങല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങല്ലേ. തുമ്മ ഇന്നക്കും ഇലൈനാ തുബഅസൂൻ, പിന്നെ അങ്ങോട്ട് ജീവിതം തുടങ്ങല്ലേ. നമ്മളെ ദൃഷ്ടിയിൽ ഇത് മരിച്ചാ ഒക്കെ കഴിഞ്ഞു. എവിടുന്ന് കിട്ടിയതാടോ ഈ വിശ്വാസം? ഖുർആനും ദീനും പഠിക്കാത്തതോടെ വന്ന വങ്കത്തമല്ലേ ഇത്? പരിശുദ്ധ ദീൻ പഠിച്ചവരൊക്കെ പറയാൻ പറ്റുമോ? മുങ്കർ നക്കീർ ചോദ്യം ചെയ്യുമ്പോൾ മരിച്ചവനല്ലേ മറുപടി പറഞ്ഞത്? മർ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞ മരിച്ച മനുഷ്യനല്ലേ. അത് പുറത്തേക്ക് കേൾപ്പിക്കുക, ജീവിച്ചിരിക്കുന്നവൻ കേൾപ്പിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ, എന്താ റഹ്മാൻ എന്നാൽ? നിങ്ങൾ ആ തമിഴ്നാടും കേരളം മുഖ്യമന്ത്രിമാരൊന്നും പറയരുത്. അർ റഹ്മാൻ എന്താ ഇതിനർത്ഥം? ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവർ അല്ലേ? നമ്മൾ പണ്ട് പഠിച്ച അർത്ഥതാണ്. ആ അർത്ഥത്തിന് എന്ത് രസമുണ്ട് എന്നറിയോ? പരമകാരുണ്യകരും കരുണാനിധി എന്ന് പറഞ്ഞാൽ എന്ത് തിരിഞ്ഞു നിങ്ങൾക്ക് എന്തേ തിരിഞ്ഞത് ഒന്ന് പറയും. നിങ്ങൾക്ക് ആ തിരിഞ്ഞതെന്ന് പറഞ്ഞാൽ മതി, ഒരു ചുക്കും തിരിയില്ല. എന്നാ കേട്ടോ, ദുനിയാവിൽ വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹു. നിങ്ങൾ ദുനിയാവിൽ അള്ളാഹ്ക്ക് വഴിപ്പെടാത്ത കുറച്ച് മനുഷ്യന്മാരെ പേര് പറഞ്ഞാണി ഒന്ന് പറയേ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ളവനായിക്കോട്ടെ, ഭയപ്പെടാത്ത തമ്മാടികൾ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് ആൾക്കാരെ പേര്. അബൂജാഹിൽ, ഉത്ബത്ത്, വലീദ്, ശൈബത്ത് അള്ളാഹ്ക്ക് വഴിപ്പെടാത്തല്ലേ? അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടില്ലേ? അള്ളാഹ് കൊടുത്ത കഴിവും ചിലതൊക്കെ ഒന്ന് എണ്ണി പറഞ്ഞ, അള്ളാഹുക്ക് കൊടുത്ത കഴിവൊന്ന് എണ്ണി പറഞ്ഞ, കേൾവി, കാഴ്ച, സംസാരം, ഇതൊക്കെ പഠിച്ചോ കൊടുത്ത കഴിവല്ലേ? അള്ളാഹ്ക്ക് വഴിപ്പെടാത്ത തമ്മാടികൾക്കും സംസാരിക്കാനും കാണാനും കേൾക്കാനും അള്ളാഹ് കഴിവ് കൊടുത്തെങ്കിൽ അർ റഹീം, ദുനിയാവിൽ വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ടു എന്നുള്ള കാരണത്താൽ തമ്മാടികൾക്ക് പോലും കൊടുത്ത ഈ കഴിവ്, ഏത് കഴിവാ അള്ളാഹ് കട്ട് ചെയ്യുക മുഅ്മിനീങ്ങളായതിന്റെ പേരിൽ പറയും. ഈ ഒരൊറ്റ വാക്ക് മതി സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ, ഈ ഒരൊറ്റ ആയത്ത് മതി. ദുനിയാവിൽ അള്ളാഹ്ക്ക് വഴിപ്പെടാത്ത തമ്മാടികൾക്ക് കാഴ്ച കൊടുത്ത അള്ളാഹു അള്ളാഹ്ക്ക് വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പരലോകത്ത് ഗുണം ചെയ്യുമെന്നതാണ് റഹീം എന്ന സിഫത്തെങ്കിൽ, അള്ളാഹ്ക്ക് വഴിപ്പെട്ട കാരണത്താൽ ഈ തമ്മാടിക്ക് പോലും കൊടുത്ത കേൾവി ശക്തി ഇല്ലാതെയാക്കുമോ? കാഴ്ച ശക്തി ഇല്ലാതെയാക്കുമോ? സംസാര ശക്തി ഇല്ലാതാക്കുമോ? അതോ കൂടുതൽ പവറിൽ കൊടുക്കുമോ? റഹീം എന്ന പദത്തിന്റെ അർത്ഥം വെച്ചാൽ ഇത് കൂടുതൽ കഴിവിൽ കൊടുക്കുകയാണോ വേണ്ടത്? കൂടുതൽ കാഴ്ച കിട്ടുക വേണ്ടത്? അപ്പോഴല്ലേ റഹീം എന്ന വാക്ക് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഈ കേൾവിയും കാഴ്ചയൊക്കെ അള്ളാഹ് കട്ട് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് പറ. അള്ളാഹു തആല കൊടുക്കൂല, കേൾവി കൊടുക്കൂല. തെമ്മാടിക്കും കൂടി കൊടുത്ത കേൾവി, അബൂജാഹിലിനും കൊടുത്ത കേൾവി പൊട്ടങ്ങനത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഹൽ വജത്തും മാ വഅദകുമുല്ലാഹു വറസൂലുഹു ഹഖ്ഖാ, അല്ലാഹുവും റസൂലും പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അള്ളാഹ് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ശവങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെ കാട്ടി ഉഷാറായിട്ട് ഒരു വെക്കുന്ന പറഞ്ഞു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഈ അബൂജാഹിലുകൾക്കുമെങ്കിൽ
ഈമാനോടെ മരിച്ച മുഅ്മിനീങ്ങൾക്ക് ഈ കേൾവി കട്ട് ചെയ്യുമെന്നാണോ വിശ്വസിക്കേണ്ടത്? അതിനാണോ ന്യായം? അല്ല, ആ സഹാബത്ത് ആ പെണ്ണ് ഖബറിൻ്റെ ഉള്ളെന്ന് പറഞ്ഞു, എനിക്ക് പള്ളി അടിച്ചു വാരിയതിൻ്റെ കൂലിയാണ് ഇവിടെ ഏറ്റവും മാർക്കറ്റുള്ളതായി കണ്ടത്. മദീനത്തെ പള്ളിയിൽ 7 ദിവസം ബാങ്കില്ലാതെയായി, ദിവസങ്ങളോളം ബാങ്കില്ലാതെയായി. ഹറത്ത് യുദ്ധത്തിന്റെ കലാപ നാളുകളിൽ പള്ളിയിലേക്ക് കടന്നു വന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമൽ ഹറത്ത് ഫി ഔഖാത്തി സ്വലാത്തി വകാനൽ മസ്ജിദു ഖദ് ഖലാ ഫലം യബ്ഖ ഗൈറഹു. പള്ളിയിലെ ബാങ്കില്ല, വഖത്ത് അറിയാൻ മാർഗമില്ല. ഞങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ റൗള ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വഖത്ത് മനസ്സിലാക്കിയത്. റൗള ശരീഫിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം സംഭവങ്ങൾ. 1930 ഇറാഖിൽ ഒരു സംഭവം ഉണ്ടായി. 1930 എത്ര കൊല്ലായി? 80 അല്ലേ? 80-90 വയസ്സുള്ള മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ ആ സംഭവത്തിന് കേട്ടുകേൾവിക്ക് സാക്ഷ്യമായിരിക്കും. ഇറാഖിൽ നടന്നതാണ്. ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന സ്വഹാബി, ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയും, ഫൈസൽ രാജാവ് എന്ന് പറയുന്ന സൗദി ഭരിച്ച ഫൈസൽ അല്ല, ഫൈസൽ രാജാവ് എന്ന ഭരണാധികാരിയാണ് അന്ന് ഇറാഖ് ഭരിക്കണത്. ഇറാഖിൽ അബൂ ഹുദൈഫത്തുൽ യമാനിയുടെ ഖബറുണ്ട്, ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന സ്വഹാബിയുടെ 2 സ്വഹാബിയുടെ ഖബറുണ്ട്. ഈ സ്വഹാബത്ത് സൂയസ് കനാൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നത് കൊണ്ട് ഞങ്ങളുടെ ഖബറിൽ വെള്ളം വന്ന് വീണിട്ട് ഇവിടെ കിടക്കാൻ വയ്യ, ഞങ്ങൾ ഇവിടുന്ന് മാറ്റിത്തരണം. അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. 1930 നടന്ന സംഭവം. ആ പത്രത്തിന്റെ ഈ സംഭവത്തിന്റെ മലയാള റിപ്പോർട്ട് പത്ര കട്ടിങ് ഞാൻ നാളെ വേണമെങ്കിൽ തരാം. പൈസ തരണം. വെറുതെ തരുമെന്ന് കാലത്ര ഞാൻ പോത്തിച്ചു അല്ലേ? ഫോട്ടോസ്റ്റാറ്റിന്റെ കൈ എന്നാ മതി. അമിത പൈസ ഒന്നും പങ്കെടുത്ത് വാങ്ങണല്ലോ, ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ എന്നാ മതി. ആ പത്രം, ആ പുരാതന ഒരു പത്രത്തിൽ ഈ നടന്ന സംഭവത്തിന്റെ റിപ്പോർട്ട് ഇപ്പോഴും ഞാൻ വലിയ കനതിയായിട്ട് സൂക്ഷിക്കുകയാണ്. അത് പറയാൻ മാത്രമുണ്ട്. ഇവരത് സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോ രാജാവ് പഠിച്ചവനെ, ഖബറ് പൊളിക്കാനാണോ സ്വപ്നം കാണിക്കണത്? അതെങ്ങനെ നടക്കുവോ, ചെയ്യാൻ പാടുണ്ടോ എന്ന നിലക്ക് മൂപ്പര് പേടിച്ചു. ആരോടും മുണ്ടിയില്ല. 2-3 ദിവസം ഈ സ്വപ്നം തുടർന്നു. മൂപ്പര് മുണ്ടിയില്ല, പേടിച്ചിട്ട്. ഖബറ് പൊളിക്കാനല്ലേ, അതും സ്വഹാബത്തിന്റെ ഖബറല്ലേ. അങ്ങനെ അതാ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു, പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുത്തു. ഞങ്ങളെ ഖബർക്ക് വെള്ളം വന്ന് വീണിട്ട് ഇവിടെ കിടക്കാൻ വയ്യ, നനഞ്ഞ് കുതിർന്നാ കിടക്കണത്. ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് സൽമാൻ കുന്ന് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യണം. എവിടെ മറവ് ചെയ്യണമെന്ന് വിവരം കൊടുത്തു. അങ്ങനെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു ഖബർ പൊളിക്കാൻ പാടുണ്ടോ എന്ന് ഉലമാഇന്റെ ചർച്ച. ആ ഉലമാ എന്താ എടുത്ത തീരുമാനം? അതേ, പൊളിക്കാം. പൊളിച്ചിട്ട് ഖബറിന്റെ ഉള്ളിലെ മയ്യിത്തെടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാം. എന്താ തെളിവ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉഹദിൽ വെച്ചുകൊണ്ട് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. അത് മറവ് ചെയ്തത് വേറൊരു സ്ഥലത്തായിരുന്നു. പിൽക്കാലത്ത് അതിലൂടെ വെള്ളം ഒഴുകി വന്നപ്പോൾ ആ ഖബറിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് ആ മൃത ശരീരത്തിന്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കി വേറെ ഒരു ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത്. ഇത് സ്വഹാബത്തിനെ തന്നെ ഈ പണി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഖബർ വിളിക്കാൻ തീരുമാനിച്ചു. റിപ്പോർട്ട് നാട് മുഴുവൻ പരന്നു. ഈ റിപ്പോർട്ട് നാട് പരന്നപ്പോൾ ഹജ്ജിന്റെ സമയമാണ്. മക്കത്തുള്ള ഹാജിമാര് വിവരമറിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്കും കാണണം, ഒരു സഹാബിയുടെ ഖബർ വിളിക്കുന്ന രംഗം ഞങ്ങൾക്കും കാണണം. ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ നിങ്ങളൊന്ന് പിന്തിക്കി. ഹജ്ജ് കഴിഞ്ഞ് വരാൻ കാത്തിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഇറാഖിൽ തടിച്ചുകൂടി. കൂടുതൽ ഹാജിമാരും പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ലക്ഷക്കണക്കിന് ലക്ഷം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഖബർ പൊളിക്കാൻ പോവാണ്. ആരുടെ ഖബർ? 2 സ്വഹാബികളുടെ ഖബർ. അബൂ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ, ഉസ്മാൻ ബിൻ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ പൊളിച്ചു 1930. അത് പൊളിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ മയ്യിത്തെടുത്തിട്ട് കണ്ണാടിച്ചില്ലിന്റെ ഒരു പെട്ടിയിലേക്ക് സ്ട്രെച്ചറിലാക്കി വെച്ചപ്പോൾ സുഗന്ധമടിച്ചു വീശിയിരുന്നു. ഓരോ കല്ലുകളും എടുത്തിട്ട് അത് പെറുക്കിയെടുക്കുമ്പോൾ ആ കല്ലുകൾ തുറക്കുമ്പോൾ സുഗന്ധം അടിച്ചു വീശിയിട്ട് എല്ലാവരും ആനന്ദതന്തിതരായി. ആ മയ്യിത്ത് ഖബറിന്ന് എടുത്തപ്പോൾ ഇപ്പോൾ വെച്ച മയ്യിത്തെടുക്കുന്നത് പോലെ 1400 കൊല്ലം പഴക്കമുള്ള ഖബർ എടുത്ത് ആ മയ്യിത്തെടുത്തുകൊണ്ട് കണ്ണാടിച്ചില്ലിന്റെ പെട്ടിയിലാക്കി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് 2 സ്വഹാബികളുടെ ഖബർ പൊളിച്ചിട്ട് ആ മയ്യിത്തെടുത്ത്
ജനലക്ഷങ്ങളെ മുമ്പിലൂടെ ദിക്ർ ചൊല്ലി തക്ബീർ ചൊല്ലിയിട്ട് സൽമാൻ കുന്നിന്റെ ഉള്ളിൽ മുകളിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. 1930 ഈ സംഭവം. അത് മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഇന്നും ആ പത്രം സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് മരിച്ചില്ലേ ശൽപണിയാണ്. ആരാ പറഞ്ഞത് മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു? ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് അല്ലാഹു തആല ഇവരെക്കാളും വലിയ പദവി കൊടുത്തിട്ടുണ്ട്. ആ ബദരീങ്ങളെ പേര് വിളിച്ച്, അള്ളാഹുവിന്റെ മെഹബൂബീങ്ങളായ മഹാന്മാരുടെ പേര് വിളിച്ചുകൊണ്ട് ഒരു ദുആ ഇടതേടുന്ന സ്വഭാവം, അവരോട് നേരിട്ട് പറയുന്നയും സ്വഭാവം കഴിഞ്ഞകാല സ്വാലിഹീങ്ങൾ മുഴുവനും കൈമാറി തന്ന ആചാരമാണ്. അതൊരിക്കലും കളയണ്ട. ഇവിടെ ബദരിയത്ത് പാടിയിരുന്ന മുഹമ്മദ് മുസ്ലിയാർ കൂരിയ കോടൂര്, അപ്പുറത്തെ മഞ്ചേരി മരക്കാരുട്ടി മുസ്ലിയാർ അജിൽ ബിഫതിഹിം മിൻക യാ അഹ്ല ബദരിൻ മിൻകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈത്തുകളില്ലേ? ആ ബൈത്തുകളൊക്കെ കുല്ലുക്കും ശുഫആ കുല്ലുക്കും കൂനൂ ലനാ ശുഫആ ഫീകും എന്താന്നൊക്കെ പറഞ്ഞ ബൈത്തുകൾ നേരെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് യാ അഹ്ല ബദരിൻ കുല്ലുക്കും കൂനൂ ലനാ. ബഹുമാനപ്പെട്ട വാപ്പുസ്ലിയാർ ഉണ്ടാക്കിയ ബൈത്ത്. അതിന്റെ കഴിഞ്ഞ തലമുറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബർസഞ്ചി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ബദരിയത്തുൽ ഹംസിയ അതുണ്ടാക്കിയവർ. അതിനപ്പുറത്ത് മഖ്ദൂമിന്റെ കാലം പരിശോധിച്ചാൽ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ നോക്കിങ്ങൾ അതൊക്കെ നമ്മളെ അടിയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ആലിമീങ്ങളൊക്കെ നരകത്ത് പോവാണെങ്കിൽ ഓല കൂട്ടത്തിൽ നമുക്കും പോകാം. ഓലൊക്കെ നരകത്ത് പോകി നമുക്കും പോയാൽ പോരെ. ഈ മഹാന്മാരായ ബദരീങ്ങളെ എന്നും മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വിദേഹത്തുകാരൻ തള്ളിപ്പറയുന്നത് പോലെ തള്ളിപ്പറയണ്ട. അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവ് കൊടുക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം ഉയർത്തുന്നത്, അവനാണ് സർവ്വവും സംരക്ഷിക്കുന്നത്, അവനാണ് എല്ലാറ്റിൻ്റെയും ഉടമ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ നൽകിയ മഹത്തുക്കളായ ആളുകളുടെ കഴിവുകൊണ്ട് സഹായം ചോദിക്കും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിക്കാരനെ കണ്ടാൽ ചോദിക്കുക, പ്രാർത്ഥന, ആരാധന, സഹായാഭ്യർത്ഥന, ഇത് മൂന്നും ഒന്നാണോ മൂന്നാണോ? ഇത് മൂന്നിനും അറബിയിൽ ഒരേ വാക്ക് തന്നെയാണോ പറയാ, മൂന്ന് വാക്കാണോ പറയാ? പ്രാർത്ഥന, ആരാധന, സഹായാഭ്യർത്ഥന, ഇത് മൂന്നും ഒരേ അർത്ഥത്തിൽ തന്നെയാണോ മലയാളത്തിൽ? അതല്ല, ഇതൊക്കെ അറബിയിൽ മൂന്ന് വാക്കാണോ ഒരേ വാക്കാണോ? ഖിയാമം വരെ പറയില്ല മറുപടി. ചോദിച്ചോക്കി, ഇത് മൂന്നിനും അറബിയിൽ ഒരേ വാക്ക് തന്നെയാണോ പറയാ, അതാ മൂന്ന് വാക്കാണോ പറയാ? എന്നിട്ട് ഓനോട് ആ വാക്കിന് ചോദിക്കാം. പ്രാർത്ഥന, ആരാധന, സഹായാഭ്യർത്ഥന. ഇവിടെ ഇരിക്കണ മുത്തഅല്ലിമീങ്ങളുണ്ട്. ഞാൻ മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, മുഖ്തസറും ഒക്കെ നല്ലോണം ഓതി പഠിച്ചോളി. അദ്ദുആ ഹുവൽ ഇബാദ, അദ്ദുആ ഹുവൽ ഇബാദ. ഇതിങ്ങനെ പറഞ്ഞിട്ട് മുഖ്തസർ ഓതി പഠിച്ച മുത്ത എന്ത് വഹാബി മുഖ്തസറേ അറിയില്ല. ഓനത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ തീരെ തിരിയില്ല. പിന്നെ ഓരോട് എന്തത് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വിലമാ ഇപ്പോൾ പറയാത്തത്. മുസ്നദിൻ്റെയും മുസ്നദിലേഹിൻ്റെയും ഇടയിൽ ലമീർ കൊണ്ട് ഫസ്ലാക്കിയാൽ സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ്. അൽ ഹജ്ജു അറഫ. അതേമാതിരിയല്ല സെയ്ദുൻ ഹുവ ഖായിമുൻ എന്ന് പറഞ്ഞാൽ, സെയ്ദുൻ ഹുവ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സെയ്ദും മുബ്തദ ഖായിമുൻ ഖബർ. മുസ്നദും ഇലേഹിൻ്റെ ഇടയിൽ ഹുവ കൊണ്ട് ലമീർ കൊണ്ട് ഫസ്ലാക്കിയാൽ അവ്വലിനെ താനിക്ക് ഹസ്റാക്കണം എന്നാ മുത്തസറിൻ്റെ നിയമം. അഥവാ സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ്. സെയ്ദുൻ ഹുവ ഖായിമുൻ, നിൽക്കുന്നവൻ സെയ്ദാണ് എന്നർത്ഥം. നിൽക്കുന്നവൻ സെയ്ദാണ്. അപ്പോൾ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളൊക്കെ ആരാധനയാണ് എന്നാണ്. അങ്ങനെ അർത്ഥം അല്ല, ആരാധനകൾ പ്രാർത്ഥനയാണ് എന്നാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ഇബാദത്തുകളൊക്കെ ദുആയാണ് എന്നാ അതിൻ്റെ അർത്ഥം. ഇബാദത്തൊക്കെ ദുആയാണ്. നോമ്പ് ഒരു ഇബാദത്തല്ലേ? ആ ഇബാദത്തിൽ എവിടെ ദുആ? എന്താ ദുആന്റെ അർത്ഥം? ഇമാം റാസി പറഞ്ഞത് ഇഖ്ലാസ് എന്നാണ്. ദുആക്ക് ഇമാം റാസി പറഞ്ഞ അർത്ഥം ഇഖ്ലാസ് എന്നാണ്. എല്ലാ ഇബാദത്തിലും ഇഖ്ലാസ് വേണം. ഇതാ അതിൻ്റെ അർത്ഥം. ഇത് മുഖ്തസർ ഓതി പഠിച്ച ഒരാൾ വെക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇതിന് അർത്ഥം വെക്കുക. ഈ മുത്തഅല്ലിമീങ്ങളെ സൂചിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ മുഖ്തസറൊന്നോ ഞങ്ങളൊക്കെ ദർസിൽ ഓതിയ കാലത്ത് മുഖ്തസർ ഓതി കഴിഞ്ഞിട്ടേ ജലാലേനി ഓതി തരുള്ളൂ, ഉസ്താദ് ഓതി തന്നിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതൊക്കെ 6 കൊല്ലം കൊണ്ട് കോഴിക്കോട് നിന്ന് ബസ് വിളിക്കൽ എങ്ങനെയാണെന്ന് അറിയാം ഞങ്ങൾ. 2 മണിക്കൂറോട് ഗുരുവായൂർ എന്നാ, 2 മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ. അപ്പോൾ മനുഷ്യന്മാർ അതിലാ കയറുക. 6 കൊല്ലം കൊണ്ട് സനത്. നമ്മൾ 12 കൊല്ലം 9 കൊല്ലം കൊണ്ട് അൽഫിയ പൂർത്തിയാക്കിയത്.
ഓതുന്ന കാലത്ത് ഞാൻ അൽഫിയോട് തുടങ്ങിയിട്ട് അഹ്സാമിനൽ കാഫിയത്തിൽ ഖുലാസ കമഖ്തലാഗീനം ബിലാ ഖസാസ അത് ചൊല്ലിയത് 9ാമത്തെ കൊല്ല. ഞാൻ എൻ്റെ ദർസിൻ്റെ അനുഭവം, അതിനേക്കാൾ വലിയ അനുഭവം അബ്ദുൽക്കൊക്കെ പറയാനുണ്ടാവും. ഇത് എൻ്റെ അടുത്ത കാലഘട്ടമല്ലേ, കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് നമ്മൾ ഓതുന്ന കാലത്തൊക്കെ നമ്മൾ അനുഭവമാണത്. അങ്ങനെ ഓതിപ്പടിക്കാൻ ഇന്ന് ആരെ കിട്ടുന്നു മുത്തഅല്ലിമീങ്ങളെ, ആരെ കിട്ടുന്നു? ഇത് 2 മണിക്കൂർ കൊണ്ട് ഗുരുവായൂരാണ്. 6 കൊല്ലം കൊണ്ട് സനത്, 7 കൊല്ലം കൊണ്ട് സനത്, 7 കൊല്ലം കൊണ്ട് സനത് കിട്ടുന്നതിനിടയിൽ എത്ര കിതാബോധരെന്നറിയോ? അപ്പോൾ നിങ്ങൾ ഓതിപ്പടിക്ക്. ബിദ്അത്ത് മുഴുവനും ന്യായം പറഞ്ഞിട്ട് മുട്ടിക്കാൻ കഴിയണം. മുഖ്തസർ ഓതി പഠിക്കാൻ എവിടേക്കെല്ലാം ആവശ്യമുണ്ട് കാര്യങ്ങൾ, എവിടേക്കെല്ലാം ആവശ്യം. മുഖ്തസർ ഓതി പഠിച്ചാൽ ഒരു കലാമിൽ ഒരു ഖൈദ് വന്നാൽ لأن الكلام إذا اشتمل على قيد زائد على مجرد الإثبات أو النفي فهو الغرض الخاص به. മുഖ്തസർ ഒരു കലാമിൽ ഒരു ഖൈദ് വന്നാൽ ഖൈദാണ് അവിടുത്തെ ചർച്ചാ വിഷയം. അത് എടുക്കാതെ വർത്താനല്ല. ഇന്നമാന ബശറും മിഥുലുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഖൈദ യൂഹായിലയ്യ. അപ്പം യൂഹായിലയ്യ ഖൈദാണ് അവിടുത്തെ പ്രത്യേക ചർച്ചാ വിഷയം. അല്ലാഹു റസൂലിന് വഹ്യ് കിട്ടിക്കൊണ്ടേയിരിക്കും. വമാ യന്തിഖു അനിൽ ഹവാ, തങ്ങൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും വഹ്യ് കൊണ്ടേ പറയുള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ ഫുൾ ടൈം ഹദ്റത്ത് ഖുദ്സിലാണെന്നാണ് വരിക. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സാധാരണ മനുഷ്യൻ, അതിൻ്റെ അർത്ഥം നിയമം പഠിച്ചാൽ റസൂലുള്ളാഹിനെ പറ്റി എന്തേ പറയാൻ പറ്റുള്ളൂ? അസാധാരണ മനുഷ്യനെന്നേ പറയാൻ പറ്റൂ. ഇതിനാ മുഖ്തസർ ഓതുന്നത്. ഫിഖ്ഹിൽക്ക് മുഖ്തസർ ആവശ്യമാണ്, ഫിഖ്ഹ് അതിന് മുഖ്തസർ ആവശ്യമാണ്. ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യരുത്. മദ്രസയിൽ നമ്മൾ പഠിച്ചാണ് ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യരുത്. ഇപ്പം നിങ്ങളൊക്കെ ഖിബിലക്ക് മുന്നിട്ടല്ലേ ഇരിക്കണത് അല്ലേ? നിങ്ങൾ ഖിബിലക്ക് മുന്നിട്ടും ഞാൻ പിന്നിട്ടും ഇരിക്കണത്. നമുക്ക് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് മൂത്രിക്കാൻ പാടില്ല അല്ലേ? നിങ്ങളിപ്പോൾ ഖിബിലക്ക് മുന്നിട്ടല്ലേ ഇരിക്കണത്, അന്നലേക്ക് മൂത്രിക്കാൻ പാടില്ലല്ലോ. അതെ, മറകൂടാതെ തന്നെ പ്രശ്നം. കാഷ്ടിക്കലോ അതും ഹറാമാണ് അല്ലേ? ഞാൻ ഇപ്പോൾ ഖിബിലക്ക് പിന്നിട്ടായിരിക്കണത്, എനിക്കിങ്ങനെ മൂത്രമൊഴിക്കാൻ പാടില്ല. ഖിബിലക്ക് പിന്നിട്ട് പാടില്ല, കാഷ്ടിക്കാനും പാടില്ല. എന്നാ അങ്ങനെ ഒരു ഫിഖ്ഹില്ല. അത് മനുഷ്യന്മാരടങ്ങാറാക്കല. പിന്നെ അതെ, അങ്ങനെ പോയ മനുഷ്യർ ഇടങ്ങാറാവൂലേ, ഫിഖ്ഹ് ലാറാവൂലേ? അപ്പൊ മുഖ്തസർ ഓതിയ ഒരു മൂല്യർ എങ്ങനെ അർത്ഥം വെക്കുക? ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും എന്ന് പറഞ്ഞതിൽ 2 സംഗതിയില്ലേ? മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞതിൽ 2 സംഗതിയില്ലേ? അപ്പൊ ആ മുന്നിട്ടും പിന്നിട്ടും എന്നുള്ളിൽ ഒന്നെടുക്കി, മുന്നിട മൂത്രിക്കുകയും കാഷ്ടിക്കുക എന്നുള്ളിൽ ഒന്നെടുക്കി. അല്ലല്ല, മൂത്രിക്കുകയും കാഷ്ടിക്കുകയും എന്നുള്ളിൽ ഒന്ന്, അത് 2 കൂടി കൂട്ടിച്ചേർത്താണ് മുന്നിട്ട് മൂത്രിക്കലും അല്ലേ? പക്ഷെ നിങ്ങൾ ശരിക്കും നിങ്ങൾക്കിപ്പോൾ രസം തോന്നില്ലേ? ഒരുപാട് കടിയുണ്ട്. നിങ്ങൾ പോരാമത്തിന് വൈക്കാക്കി തന്നെയാണ്. നിങ്ങളെ ശരിയാക്കും ഞാനിത്. നിങ്ങൾ ഇതുവരെ ചെയ്ത പലതും ഇപ്പം ചെയ്യാൻ പറ്റാതാവും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യാനാവും. അവിടേക്ക് എത്തിച്ചേരണ്ടേ? അപ്പോൾ ഖിബിലക്ക് മുന്നിട്ട് മൂത്രിക്കലും പിന്നിട്ട് കാഷ്ടിക്കലോ ഹറാം. ഇതിനെ മുഖ്തസറിൽ എന്താ പറയുക? ലഫ് നസർ മുറത്തബ് എന്നാ പറയുക. ലഫ് നസർ മുറത്തബ്, ലഫ് നസർ മുറത്ത്. ബഹുമാനപ്പെട്ട കാന്തപുരം APO ബക്കർ മുസ്ലിയാർ അവരുകളും താജുൽ ഉലമ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനവും ഉദ്ഘാടനവും നടത്തി. അധ്യക്ഷ സ്ഥാനവും ഉദ്ഘാടനവും നടത്തി. AP ഉസ്താദ് ഉദ്ഘാടനവും താജുൽ ഉലമ അധ്യക്ഷ സ്ഥാനവും. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന് ഓരോന്നിനോട് കൂട്ടിക്കടിപ്പിക്കുക. പത്രത്തിൽ സാധാരണ പേരുടെ ഭാഷയാണ്. അപ്പോൾ മുഖ്തസറ അങ്ങനെ. അപ്പോൾ ഇതാ ഒരു പഠിച്ചപ്പോൾ കണ്ടോ, ഫിഖ്ഹിലേക്ക് അത് ആവശ്യം വന്നില്ലേ? അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. വഹബ്ബര ദക്കറഹു ഇലാ ഗൈരി ജിഹത്തിൽ ഖിബലത്തീൻ. ആ ഓസ് ഇങ്ങോട്ട് വളച്ചു പിടിച്ച് മൂത്രമൊഴിച്ചാൽ കുഴപ്പമില്ല. പുറപ്പെടുന്ന നജസ് ഖിബിലാന്റെ നേരെ ആവരുത് എന്നായി പറഞ്ഞതിലാകത്തുക. മൂത്ര പുറപ്പെടരുത്, ഖിബിലാന്റെ നേരെ ആവരുത്. കാഷ്ടമാ പുറപ്പെടുന്നത്, ഖിബിലാന്റെ നേരെ ആവരുത്. അപ്പൊ കാഷ്ടം ഖിബിലാന്റെ നേരെ ആവണമെങ്കിൽ ഖിബിലക്ക് പിന്നിട്ടിരിക്കണം. ഞാൻ ഇപ്പൊ ഖിബിലക്ക് പിന്നിട്ടായിരിക്കണത്. ഞാൻ കാഷ്ടിച്ചാൽ എൻ്റെ കാഷ്ടം ഖിബിലന്റെ നേരെയാവും. പാടില്ല. ഖിബിലക്ക് പിന്നിട്ട് കാഷ്ടിച്ചാൽ കാഷ്ടം ഖിബിലന്റെ നേരെയാവും. ഖിബിലക്ക് മുന്നിട്ട് മൂത്രിച്ചാൽ മൂത്ര ഖിബിലന്റെ നേരെയാകും. അപ്പൊ നജസ് ഖിബിലന്റെ നേരെ ആവരുത്. ഒരു മനുഷ്യൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മൂത്രിച്ചാൽ കുറ്റം പറയണ്ട. മറള്ളോർത്തുമ്പോൾ ഒന്നും വേണ്ട. ഒരാൾ കിഴക്കോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് കാഷ്ടിച്ചാൽ അതിലും കുറ്റം പറയണ്ട. പുറപ്പെടുന്ന നജസ് ഖിബിലന്റെ നേരെയായിട്ടില്ല. ഇതിപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. ഈ മുഖ്തസർ എന്ന് പറഞ്ഞത് സർവ്വ വിഷയത്തെ
വിഷയത്തൊക്കെ ഇപ്പോൾ അത് ആവശ്യമാണ്, എല്ലായിടത്തും നമുക്കത് ആവശ്യമാണ്. ഇവിടെ മുതഅല്ലിമീങ്ങളുടെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിൻ്റെ കുറവ് നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് മുഴച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് മാറണം. കിതാബ് ഓതി പഠിക്കണം, മുതഅല്ലിമീങ്ങൾ നന്നായിട്ട് പഠിക്കണം. 6 കൊല്ലം കൊണ്ടും 7 കൊല്ലം കൊണ്ടും സനദ് അത് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ന് കിതാബ് തിരിയുന്ന ആലിമീങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ നികത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു.